എന്തോന്ന് സ്റ്റഫ്? നീ ഒന്നും ഉണ്ണിയപ്പം കണ്ടിട്ടില്ലടാ. തൊഴുതുകൊണ്ട് നിന്നപ്പോ ഗണപതി ഭഗവാൻ പറയാ, ബ്രോ നീ എന്തായാലും കൊട്ടാരക്കര വരെ വന്നല്ലേ, 10-30 കിലോമീറ്ററേ ഉള്ളൂ, ഒന്ന് പാരിപ്പള്ളരും പോയിട്ട് വാടാ ചക്കരേന്ന്. പാരിപ്പള്ളിയിൽ എന്താ ഗണപതിക്ക് കാര്യം? പാരിപ്പള്ളിയിലല്ലടി അവന്റെ. ഓ അല്ല അതിങ്ങെന്താണ് ഞാൻ ഒന്ന് ഉപദേശിക്കട്ടെ. എടാ അതെ മോനെ സഞ്ജയ്, നീ ഇത്ര അത്യാഗ്രഹം പിടിച്ചോടെ പോണ്ട കാര്യമുണ്ടോ? അതെന്താ? എന്താന്ന് വെച്ചാ എടാ കെട്ട് കഴിഞ്ഞോടെ കണ്ടിട്ട് തേണ്ട മോനെ നിൽക്കുന്നത്, വെറുതെ ഉള്ള ഫ്രഷ്നെസ് കളയണ്ട, അതുകൊണ്ട് പറഞ്ഞു. പോടി പോടി വണ്ടി കിട്ടുവോ? നീ അവളുടെ അടുത്ത് പറഞ്ഞിട്ടല്ലേ പോയേക്കണേ? പറഞ്ഞാ പിന്നല്ലേ യാന്ത്രിയെ പോവില്ലേ? അളിയ അച്ചപ്പം ജിലേബി നമ്മറ മുഖം സർപ്രൈസ് അങ്ങ് പോവില്ലേ? പിന്നെ പാതിരാത്രി അവളുടെ വീട്ടിൽ കയറി ചെന്നിട്ടാണല്ലോ നീ സർപ്രൈസ് കൊടുക്കണേ. അയ്യേ ഞാൻ അവിടെ കിടക്കൊന്നുമില്ല. അല്ലടാ ഞാൻ നിന്റെ പെണ്ണിന്റെ പേരാ പറഞ്ഞേ. ആശ. ആശ ഉണ്ടല്ലോ അല്ലേ? വേണ്ട വേണ്ട, നീ ഒരുപാട് തമാശിക്കല്ലേ. അവളുടെ പേരും പറഞ്ഞ ഒരുപാട് തമാശിക്കാൻ നിക്കല്ലേ. ഞാൻ ഒരു 10 മിനിറ്റ് സംസാരിക്കണമെന്നുള്ളൂ, അല്ലാണ്ട് ഇപ്പൊ എന്ത് അതിന് പറ്റുമെന്നാണ്. ആ തള്ളെങ്ങാനും ഇടയിൽ കയറി നിന്റെ സ്വഭാവത്തിന് എടാ പിടിച്ച് മാറ്റണ തള്ളേ അല്ലേ? അല്ലാണ്ട് നീ എന്തിനാ പേടിക്കണേ? എടാ ഞാൻ വീണ്ടും പറയാം, ഇത്ര റിസ്ക് എടുത്ത് പോകണ്ടടാ. ഇപ്പത്തെ പെമ്പിളാണ് അങ്ങനെ സർപ്രൈസ് ആവൂല. അവള് നിന്നെ പോലെ ഒന്നല്ല, കുറച്ച് അടക്കൊതുക്കൊക്കെ ഉള്ളതാ. അറ്റ്ലീസ്റ്റ് സർപ്രൈസ്ഡ് ആയെന്ന് എനിക്ക് വേണ്ടി ആക്ട് എങ്കിലും ചെയ്യും, അറിയോ? അയ്യേ ഇവൻ ഭയങ്കര കൺസർവേറ്റീവ് ആടാ. അതെ, ഈ റൊമാൻസ് ആവുമ്പോ കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കും. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, മനസ്സിലായോ? കറക്റ്റ്. ആദ്യം തൊട്ടേ അവൾക്ക് കിട്ടണം നമ്മ കുറച്ച് റൊമാൻറ്റിക് ആണ്. എടാ ഇത് കൊളവാക്കുള്ള പരിപാടിയാണ് കേട്ടോ. എടാ ഞാനൊരു ടഫ് ഗായ് ആണെന്ന് അവൾക്ക് ഓൾറെഡി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. അയ്യേ ഒരു ടഫ് ഗായ് വന്നേക്കണ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല പെമ്പിള്ളാര്. നിനക്ക് ഈ റൊമാൻറ്റിക് കളിക്കലൊന്നും പറഞ്ഞ പണിയല്ല. നിനക്ക് ചുമ്മാ ആൾക്കാരുടെ മെക്കിട്ട് കയറുക, അലമ്പുണ്ടാക്കുക, ചൂടാവുക, ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. നിനക്ക് ഈ ജനറ്റിക്കലായിട്ടൊക്കെ കിട്ടിയ പ്രകൃതാണ്. നീ എന്റെ ജനറ്റിക്സ് തൊട്ട് കളിക്കല്ലേ. നീ എന്താണോ അതായിട്ട് മാത്രം സംസാരിക്കുക, മനസ്സിലായോ? അത് പ്രശ്ന. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കം ചമഞ്ഞാലേ പൊളിഞ്ഞു. അതൊക്കെ കല്യാണം കഴിഞ്ഞവൾ മനസ്സിലാകും മതി, നമ്മുടെ യഥാർത്ഥ രീതികളൊക്കെ. മനസ്സിലായോ? ഓ അങ്ങനെയാണോ? അതെ. നമ്മളിനി കൂട്ടുകാരും ഡിസ്റ്റർബ് ചെയ്യണ്ട, അനുഭവിക്കട്ടെ. പിന്നെ നിനക്ക് നല്ല റൊമാൻറ്റിക് സോങ് അയച്ചുതരാം. വലിയ ഗുണമുണ്ടോന്ന് അറിയില്ല, കൊരങ്ങണ്ടിയിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരിക്കും. എന്നാലും ചുമ്മാ കേക്ക്, ഇത് സന്തോഷത്തിന്. എന്താണ് എന്റെ ഫോൺ ഇങ്ങതാ. ആടാ കണ്ണും കണ്ണും നോക്കി നോക്കി എന്നും എന്റെ കൂടെ നീ വരില്ലേ? നെഞ്ചിടിപ്പിനുള്ളിലായി ഒളിച്ചു വെച്ച പൂവ് നീ തരില്ലേ? നിലാസുന്ദരി കണ്ണമ്മ 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 കണ്ണിൽ നീയേ, ഉള്ളിന്റെ ഉള്ളിൽ തീയേ. കണ്ണമ്മ കണ്ണമ്മ കണ്ണിൽ നീയേ, ഉള്ളിന്റെ ഉള്ളിൽ തീയേ. കണ്ണും കണ്ണും നോക്കി നോക്കി എന്നും എന്റെ കൂടെ നീ വരില്ലേ? നെഞ്ചിടിപ്പിനുള്ളിലായി ഒളിച്ചു വെച്ച പൂവ് നീ തരില്ലേ? നിലാസുന്ദരി കണ്ണമ്മ കണ്ണമ്മ.
സാറേ സോറി സാറേ. എന്ത് സോറി സാർ? സാറിന്റെ വണ്ടി തന്നെ കണ്ടില്ലേ? അല്ല ഞാൻ കണ്ടില്ലായിരുന്നു. ഇത് ടച്ച് ചെയ്താൽ മാറാവുന്നുള്ളൂ. ഒരു അബദ്ധം. ടച്ച് ചെയ്താ മാറണ അബദ്ധം? ആള് സോറി പറഞ്ഞല്ലേ, ആൾക്കൊരു അബദ്ധം പറ്റിയതാ. അത് ശരിയാ, ഏത് പോലീസുകാരും അബദ്ധം പറ്റും. പക്ഷെ അത് വർഷാപ്പാരുടെ കൊണ്ട് ഒരു കാര്യമില്ലല്ലോ. എവിടെ തട്ടിയേ? സാറേ പ്രശ്നം ഉണ്ടാക്കല്ലോ സാറേ. സാറേ ഇത്തിരി പെയിന്റ് പോയിന്റ് ഒന്നല്ലേ ഉള്ളൂ. ആ കുറച്ച് പെയിന്റും കുറച്ച് അളക്കും. സാറേ സാറേ ഞാനേ പിച്ചക്കാരനല്ല, അവന്റെ ഒരു സാറ്. സാറേ അവനെന്താ കൊമ്പുണ്ടാ? അല്ല സാറേ ഞാനിപ്പം ഈ 500 കൊടുത്ത് ആ പയ്യൻ മേടിച്ചായിരുന്നെങ്കിൽ എന്തായാലും എനിക്ക് പറ്റിയ കുഴപ്പമല്ലേ? സഞ്ജയ് എന്താ പെട്ടെന്ന്? സർപ്രൈസ്ഡ് ആയില്ലേ? അശോടേലും പോവാൻ നിൽക്കായിരുന്നോ? അല്ല, ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് അന്ന് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. കുറച്ച് ചോക്ലേറ്റ്സാ ആശയ്ക്ക് ഇഷ്ടമല്ല. ഞാനേ കൊട്ടാരക്കര ഗണപതി അമ്പലം വരെ പോയതാ. അപ്പൊ പ്രസാദം തരാന്ന് വെച്ച് വന്നതാ. വിഘ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ. നാട് മൊത്തം പ്രശ്നല്ലേ? ഓ ഉണ്ണിയപ്പ കഴിച്ചു നോക്ക്. കഴിക്ക്. ഞാൻ കുറച്ചും കൂടി സർപ്രൈസ്ഡ് ആവുമെന്ന് വിചാരിച്ച്. അല്ല, പെട്ടെന്ന് കണ്ടപ്പോ നെർവസ് ആയി പോയി. എന്തിനിങ്ങനെ നെർവസ് ആവുന്നത്? നെർവസ് ആവുന്ന എനിക്കറിയാം. വല്ലാണ്ട് വേർക്കുന്നുണ്ടല്ലോ. അത് വേണ്ട വേണ്ട, ഇറ്റ്സ് ഓക്കെ. സഞ്ജയ്, ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം? എന്ത് പ്രോബ്ലം? ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാ? അപ്പൊ പിന്നെ ഞാനാ? അതല്ല, അമ്മ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. നല്ലല്ലേ? സത്യം പറഞ്ഞ എനിക്ക് എന്റെ അമ്മനെ പേടിയാണ്. ഇതാ പിന്നെ നമുക്ക് കുറച്ചേരം സംസാരിച്ചിരിക്കാലോ. അരമണിക്കൂറിൽ വരും. അയ്യോ. അമ്മയുടെ ബ്രദറിന്റെ വീട്ടിൽ പോയിരിക്കാം, കല്യാണത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കാനായിട്ട്. അരമണിക്കൂറുണ്ടല്ലോ, നമുക്ക് കുറച്ചേരം സംസാരിച്ചിരിക്കാം. വാ. അതല്ല സഞ്ജയ്, അത് ശരിയാവില്ല. ഞാൻ ഓക്കെ അല്ല. അമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് കണ്ടാന്നൊക്കെ വിചാരിക്കും. നമ്മൾ കുറെ നേരം ഇവിടെ ഇരുന്നു സ്പെൻഡ് ചെയ്തു. അത് ശരിയാവില്ല. വിചാരിച്ചോട്ടെ, അതിനിപ്പോ എന്താ? അതല്ല സഞ്ജയ്, ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിന്നെ കെട്ടാൻ പോണ ആളല്ലേ? പിന്നെ നിന്റെ അമ്മക്ക് എന്താ പ്രശ്നം? അതല്ല സഞ്ജയ്. എന്തല്ല? സഞ്ജയ്ക്ക് എൻ്റെ അമ്മയെ അറിയാഞ്ഞിട്ടാ. അമ്മയ്ക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര സംശയമാണ്. എനിക്കറിയില്ല എങ്ങനെ മാനേജ് ചെയ്യണം. ഈ കണക്കിന് കെട്ടിക്കഴിയുമ്പോൾ നിന്റെ അമ്മയുടെ പെർമിഷൻ എടുക്കേണ്ടി വരില്ല ഇതിനെ കാണാനായിട്ട്. നിന്റെ അമ്മക്ക് അല്ലെങ്കിലും പാട്ടെ കൂടുതലാ കുറച്ച്. അന്ന് പെണ്ണാണ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സഞ്ജയ്, അമ്മമാരാകുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കൺസേൺസ് ഉണ്ടാവും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇല്ല സഞ്ജയ് പോയിട്ട് വേറൊരു ദിവസം വരും. കംഫർട്ടബിൾ ആയിട്ടുള്ള വേറൊരു ദിവസം. കംഫർട്ടബിൾ എന്ന് വെച്ചാ? അമ്മയുള്ളപ്പോ ഞാൻ കംഫർട്ടബിൾ ആണ്. അതാണ് കംഫർട്ടബിൾ? അമ്മയുള്ളപ്പോഴാ? ഞാൻ നിന്റെ അമ്മേനെ കാണാൻ വന്നാണ്. നീ കുറച്ചേരം എൻ്റെ ഇവിടെ ഇരിക്കും. സഞ്ജയ് എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത്.
പ്ലീസ്, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ചായ എടുക്കാം. അതെ, എനിക്ക് ചായ കുടിക്കണ ശീലമൊന്നുമില്ല. ഇനിയിപ്പോ ചായ കുടിക്കാനായിരുന്നു എനിക്ക് വന്നവഴി കുടിക്കായിരുന്നു. സഞ്ജയ് പ്ലീസ്, എന്നെ ഇങ്ങനെ വെറുതെ വിഷമിപ്പിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചായ വേണ്ട, കാപ്പി മതി. ചായ അല്ലേ ഇപ്പൊ കൊണ്ടുവരാം. അതെ, കാപ്പിയാണ്. കാപ്പി, സോറി. സഞ്ജയ്, ഇത്ര പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കിയ? അതല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്റെ പുറകെ വന്ന് നിൽക്കരുത്. ഞാൻ തന്നെ പുറകെ വന്ന് നിൽക്കണേ? അതല്ല, ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ പുറകെ വന്ന് നിൽക്കരുത്. ഞാൻ നീ ചായ ഇടുമ്പോ എന്തിനു നിന്റെ പുറകെ വന്ന് നിൽക്കേണ്ട ആവശ്യം? ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒന്ന് പോടി, നീ പോയി ചായ എടുക്ക. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്നെ എടീന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ എന്നാ പോയി ചായ എടുക്ക്. അല്ല, നീ ഇന്ന് വിളിക്കാമോ? സഞ്ജയ്, എനിക്കൊരു നല്ല പേരുണ്ടല്ലോ, ആശ. ചെറിയ പേരല്ലേ, അതെന്നെ വിളിച്ചൂടെ? എന്നാ ആശ പോയി ചായ എടുത്തോണ്ട് വാ. ചെല്ലേ. ഒന്നുള്ളൂ എന്ന് വെച്ച് വളർത്തി വഷളാക്കിക്കോ. കല്യാണം ഒന്ന് കഴിയട്ടടി. കാപ്പി. ഇരിക്കി. ഇല്ല, കുഴപ്പമില്ല. കാപ്പി കുടി. ഇതെന്താ? കാക്കിലോ കാപ്പിപ്പൊടി മൊത്തം ഇട്ടിട്ടുണ്ട് എന്റെ അകത്ത്. കടുപ്പത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, ഞാൻ വേറെ കാപ്പി ഇട്ടുകൊണ്ട് വരാം. ഇല്ലില്ല, വേണ്ട വേണ്ട. ആശ കുറച്ചു നേരം അടുത്തിരി. വാ, കടുപ്പൊന്നും കുഴപ്പമൊന്നുമില്ല. കടുപ്പൊക്കെ കിടക്ക് നല്ലതാ കൂടുതൽ. വാ. ആശ എന്താ കാപ്പി കുടിക്കാത്ത? ഞാൻ കാപ്പി കുടിക്കാറില്ല, ചായ കുടിക്കാറ്. ഞാനൊരു ചായ ഇട്ടുകൊണ്ട് വരാം. അല്ല അല്ല, ചായയൊക്കെ നമുക്ക് പിന്നീടാ. അല്ല, നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. ചായയൊക്കെ പിന്നീട് നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. അല്ല, നീ ഇപ്പൊ ഒരു കാര്യം ചെയ്ത് നീ ഇവിടെ തന്നെ ഇരിക്കും. കാരണം ചായ നിനക്ക് കുടിക്കണമെങ്കിൽ ഞാൻ പോയിട്ട് നീ കുടിച്ചോ. അമ്മ എന്തായാലും വരാൻ ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ എടുക്കൂലേ? ഓ, എന്ത് ശല്യം നോക്കിയേ. എന്തിനാ കട്ട് ചെയ്ത്? ഇതാ റിവയാ ചൊറിയാൻ വിളിക്കണേ. നമുക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താലോ? ഒരു ഹാപ്പി പിക്. അതെന്തിനാ? അവളെ ഒന്ന് കുശുമ്പാക്കാനാ. ആരും ഹാപ്പിയാണ്, ആൾക്കൊട്ടും ഇഷ്ടമല്ല. കുഴപ്പമില്ല, ഫോൺ എടുത്തു. ഹലോ. ആ എടി, ഞാനിവിടെ ആശയുടെ ഹാപ്പി ആയിട്ടിരിക്കണേ. എന്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല. നീ വെച്ചിട്ട് പോയ വേഗം. വെറുതെ എന്തു പറ്റി? എന്തെങ്കിലും തീരുമാനിച്ച് നമ്മൾ അത് അഡമന്റ് ആയിരിക്കണം. ഇത് വെറുതെ ചൊറിയാൻ. സോറി. എന്തൊരു ശബ്ദം? എന്ത് ശബ്ദം? അത് ചുമച്ചതല്ലേ ഇപ്പോ? അതല്ല, എന്തോ ചെറിയ ദേ. അയ്യോ, ഒരു മിനിറ്റ്.
ആ അമ്മ, ഫോൺ വൈബ്രേഷനിലായിരുന്നു, ഞാൻ കേട്ടില്ല. ആണോ? കുറെ നേരമായോ? സോറി. ഓക്കെ ഓക്കെ, എനിക്കറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ ടി വി വെക്കട്ടെ. ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ഒരു മിനിറ്റ്. देश के अनेक भागों में लॉकडाउन कर दिया गया है। राज्य सरकार के इन प्रयासों को बहुत गंभीरता से लेना चाहिए। हेल्थ सेक्टर के एक्सपर्ट्स और अन्य देशों के अनुभवों को ध्यान में रखते हुए देश आज एक महत्वपूर्ण निर्णय करने जा रहा है। आज रात 12 बजे से സഞ്ജയ് വേഗം ഇറങ്ങാൻ നോക്ക്. ലോക്ക്ഡൌൺ. ഈ കൺട്രി മൊത്തം ലോക്ക്ഡൌണിലാണ്. പടിക്ക് പുറത്ത് ലക്ഷണരേഖ വരച്ചിട്ടുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സഞ്ജയ്, ഈ സമയത്ത് തമാശ കളിക്കല്ലേ. ഞാൻ കാര്യമായിട്ട് പറയാ, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് വേഗം. തമാശ കളിക്കണതല്ല, നമ്മളുള്ളിടത്ത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതാണ് ഉത്തരവ്. മനസ്സിലായോ? സഞ്ജയ്, യാത്ര ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ കുടുങ്ങി പോവില്ലേ? ഞാൻ യാത്ര ചെയ്യാലല്ലോ, ഞാനിവിടെ നിക്കണല്ലോ ഇപ്പോ. സഞ്ജയ് പ്ലീസ് ഒന്ന് പറയുന്ന മനസ്സിലാക്ക്. ഇതിനെയാണ് ദൈവം എന്ന് പറയണം. മനസ്സിലായോ? സഞ്ജയ് ഒന്ന് ഇറങ്ങാൻ നോക്ക് പ്ലീസ്. ഞാനിപ്പോ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ ഒറ്റയ്ക്കാവൂലേ? സഞ്ജയ് വരുന്നതിന് മുമ്പ് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ? എന്നാ നിന്റെ അമ്മ വരട്ടെ, എന്നിട്ട് ഞാൻ പോവാം. അമ്മ വന്നോളും. സഞ്ജയ് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിൽ ഇവിടെ പെട്ടുവോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്റെ അടുത്ത്? സഞ്ജയ് എനിക്കെന്ത് പ്രശ്നം? ഞാൻ ഓക്കെയാണ്. ദേഷ്യമുണ്ടോ? സഞ്ജയ് എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. സഞ്ജയ് ഒന്ന് ഇറങ്ങാൻ നോക്ക്. പ്രോമിസ്? പ്രോമിസ്. ഹലോ എടാ, ഞാൻ ഇപ്പഴാ ടി വി വെച്ചേ. ഇപ്പഴാ മനസ്സിലായ. എടാ, ഞാൻ ഇപ്പൊ ഇറങ്ങാ. ആ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അലമ്പാവും. ആ, ഇവളിവിടെ വെറുതെ. എടാ, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി. എന്നാ നമുക്കൊരു ഫോട്ടോ എടുക്കാം അല്ലേ? സഞ്ജയ് ശരി എന്നാ. ശരി. ശരി. ആശ പൊക്കോ, എന്നിട്ടേ പൊക്കോളാം. ഇല്ല കുഴപ്പമില്ല, ഇറങ്ങിയിട്ട് പൊക്കോളാം. അതെ, ആരും എന്നാലും ഡോർ ഓർക്കാൻ നിൽക്കണ്ടട്ടാ. അമ്മ വരെ. ശരി. എന്നാലും എങ്ങനെയാ ആശന ഒറ്റയ്ക്ക് കിട്ടി ഞാൻ പോണേ? അതല്ലെങ്കിൽ ഞാനും അമ്മയോട് ഒറ്റയ്ക്ക് തന്നെ അല്ലേ, അത് കുഴപ്പമില്ല. സഞ്ജയ് ചെല്ല. ലവ് യു. സഞ്ജയ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ മേലത്തെ താഴത്തെ കുച്ചിടാൻ മറക്കരുത് കേട്ടാ. ശരി. ബൈ. ഓക്കെ ബൈ. कुछ सप्ताह मांगने के लिए आया। आने वाले 21 दिन हर नागरिक के लिए, हर ആ എവിടേക്കാ? എറണാകുളം. എന്ത് എറണാകുളം? ഇപ്പൊ സമയം എന്തായി? കയ്യില് വാച്ചല് കിടക്കണേ. വാച്ചുണ്ടായതുകൊണ്ട് സമയം കറക്റ്റ് ആവണമെന്നില്ലല്ലോ. 10 കഴിഞ്ഞ്. എറണാകുളത്ത് എവിടെ? ചെമ്പുമുക്ക്. ചെമ്പുമുക്ക്. 2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമോ? മനസ്സിലായില്ല. ഇവിടെ നിന്ന് ഓടി 2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമെന്ന്. ആലപ്പുഴ ഇടയിൽ നിന്ന് മാറ്റി വെക്കണമെങ്കിൽ പറ്റും. അത് പറ്റില്ലല്ലോ. ഇതും പറ്റൂലല്ലോ. അപ്പൊ പോവാനും പറ്റില്ലല്ലോ. അതെന്താ? 12 മണിക്ക് മുന്നേ വീടെത്താൻ പറ്റുകയാണെങ്കിൽ വിടായിരുന്നു. അതെന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ പോവാനും പറ്റില്ലല്ലോ. സാറേ, ഈ സമയത്തൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു, കേട്ടിരുന്നോ? അത് ഞാൻ കേട്ടാണ്. പക്ഷെ അത് യാത്രക്കാർക്ക് ബാധകമല്ലല്ലോ സാറേ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കയറാൻ വന്നല്ലേ.
ആ ജസ്റ്റ് ഒരു 1.5 മണിക്കൂറായിട്ടുണ്ടാവൂല്ലോ സാറേ. സാറേ എനിക്കിപ്പോ പോണം. അതിനിപ്പോ തടസ്സമായിട്ട് എന്താ ഉള്ളതെന്ന് പറ. 12 മണിക്ക് ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിനു മുന്നേ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റാത്ത ഒരു യാത്രയും അനുവദനീയമല്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ കാര്യവും പ്രധാനമന്ത്രിക്ക് തന്നെ പറയാൻ പറ്റുമോ? ഇതൊക്കെ ഓരോ ഉദ്യോഗസ്ഥരുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇൻസ്ട്രക്ഷൻ ഫ്രം ടോപ്പ് ഓർഡർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ചുമ്മാ. സാറ് പറഞ്ഞ ഞാൻ ലോക്ക്ഡൌൺ കഴിഞ്ഞ ഇവിടെ നിൽക്കണം എന്നാണ്. ലോക്ക്ഡൌൺ എന്ന് തീരുന്നോ അന്ന് വരെ. ഞാൻ തുറക്കാം സാറേ. വാച്ച് കറക്റ്റ് ആയിരിക്കും, പക്ഷെ സമയം കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. വണ്ടി എടുക്കും സാറേ ഒന്ന്. അല്ലെങ്കിൽ ലോക്ക്ഡൌണിലെ ആദ്യത്തെ അറസ്റ്റ് ഇവിടെ നടക്കും. സാർ പ്ലീസ്, ഇതെന്റെ വുഡ്ബിയുടെ വീടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് വന്നാണ് ഇവിടെ. വണ്ടി എടുക്കാൻ. സാർ അവളവിടെ ഒറ്റക്കാണ് സാറേ. അപ്പൊ മോൻ കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണോ? പോ സാറേ. ഒന്ന് സാറിനെ പറഞ്ഞു കൊച്ചൻ്റെ സമയം മോശമെന്ന്. നല്ല ബെസ്റ്റ് ടൈമാ. പോട്ടെന്നേ. അല്ല എന്താണോ വെച്ചേ, ചാച്ചയോട് ശ്രമിക്കുകയല്ലേ. പിള്ളേരുടെ ഒരു നമുക്ക് തീർത്തു കൊടുക്കാം. തന്നെ നിൽക്കണടാ. ഒരു നോക്കൂതിനൊക്കെ പോയത് പറഞ്ഞു നോക്കി. ആ സംസാരിച്ചു നോക്കിയാ അവര് സമ്മതിക്കണ്ടേ പോയ. ആ ഡയറക്റ്റ് 8 പോസ്റ്റ് ആണ് ഫ്രണ്ടിൽ തന്നെ. ആ എസ് ഐ ആണെങ്കിൽ ഒരുമാതിരി കലിപ്പം പതൂരി. വെറുതെ എന്റെ സ്വഭാവം വെച്ചാണ് ഞാൻ ഇതിലൊക്കെ. ആ ശരി എന്നാ. സഞ്ജയ്, എങ്ങനെയെങ്കിലും ഒന്ന് പോവാൻ നോക്ക്. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. എന്നെ വിടില്ല. ഇത് ഡിസ്ട്രിക്ട് ബോർഡറാണ്. സ്ഥിരം 8 പോസ്റ്റും ഒരു വൃത്തികെട്ട എസ് ഐയും. അയാളുടെ കണ്ടും പെട്ടിച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത 8 പോസ്റ്റിൽ എന്നെ എന്തായാലും പോക്കും. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല. സഞ്ജയ്, അയാൾ എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് മാറുമല്ലോ, അപ്പൊ പോവാലോ. അയാള് മാറിയിട്ട് കാര്യമില്ലല്ലോ. ഇനി സമയമില്ലല്ലോ. ആകെ നാണക്കേടായി. അതെ, എന്താ നിന്റെ പ്രശ്നം? എന്തായാലും 2 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ കല്യാണമാണ്. സഞ്ജയ് അതിന് ഈ ലോക്ക്ഡൌൺ എങ്ങനെ ഏതാന്നൊക്കെ ആർക്കെങ്കിലും അറിയോ? അറിയോ? ചിലപ്പോ കല്യാണമൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അല്ല, അതിന് നിന്റെ കല്യാണം മാറ്റി വെക്കണേ? ഞാൻ പറയട്ടെ ഒരു കാര്യം. ഈ 12,000 പേരെ വിളിച്ച ആ അണ്ണാക്കിലേക്ക് ഫുഡ് കൊടുക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കുറച്ചുപേരെ വിളിക്കുക, സമാധാനമായിട്ട് കല്യാണം നടത്തുക. സഞ്ജയ് എങ്ങനെയെങ്കിലും ഒന്ന് പോവാൻ നോക്ക്. എനിക്ക് വയ്യ. ഈ ഞാനൊരു കാര്യം പറയട്ടെ. ബന്ധുക്കളൊക്കെ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും സഞ്ജയ്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ അമ്മനെ വിളിച്ചോറ. നിന്റെ അമ്മ IG ഓഫീസിലോ അല്ലെ കൊണാണ്ടറക്കല്ലേ. ഒരു വണ്ടി എന്തെങ്കിലും ഒപ്പിച്ചേരാൻ പറ. ഞാൻ എപ്പോഴേലും പോകാൻ റെഡിയാണ്. എനിക്കിവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല. നിന്നോട് എന്നെ വിളിച്ച് ശല്യം ചെയ്തിരുന്ന 100 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഇവിടെ ഞങ്ങൾ 2 പേരും അല്ലാണ്ട് വേറെ ആളും കൂടി ഉണ്ട്. ഇവളുടെ അപ്പൻ പടമായിട്ട് മേളിലിരിപ്പുണ്ട്. അതെ, നീ കിടന്ന് ഉറങ്ങിക്കോ കേട്ടാ. ഒന്ന് വെച്ചിട്ട് പോടി. എന്തിനാ ഒരു കാര്യമില്ലാതെ ഒരാളോട് ദേഷ്യപ്പെടുന്നേ? അതൊരു ലേഡിയോട്. ദേഷ്യപ്പെടുമ്പോ അതൊരു ലേഡിയാണോ ജെന്റിൽമാനാണോ എന്ന് ഞാൻ നോക്കാറില്ല. പിന്നെ അത് ലേഡിയാണെങ്കിൽ സഹിച്ചോളൂ. അങ്ങനെ എല്ലാ സ്ത്രീകളും ഒന്നും സഹിച്ചോളണമെന്നില്ല സഞ്ജയ്. റിവേനെ ഞാൻ ഇത്ര എളുപ്പത്തോട്ട് കാണാൻ തുടങ്ങിയതാ. അപ്പൊ ഞാൻ എത്രത്തോളം ദേഷ്യപ്പെടുന്നവൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണല്ലേ?
എന്നാ പിന്നെ എന്നാ പിന്നെ ഹലോ ഹലോ ഇന്ന് രാത്രി നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നാളെ വല്ല പോലീസ് വണ്ടിയിൽ കയറിയെങ്കിലും ഞാൻ എത്തിക്കോളാം. ശരി. കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ? ഇല്ല. ആരത്? സഞ്ജയാണോ? ആ, അവന്റെ അച്ഛൻ പറഞ്ഞിരുന്നു. കൊട്ടാരക്കര പോയതാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു. എന്നിട്ട് നീ എന്നോട് പറഞ്ഞോ? നാക്കാത്തിന്റെ ഒരു കള്ളാണ് കള്ളി. അമ്മ പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്ക്. ഇന്നലെ ഏതായാലും ഒന്നും നടക്കില്ല. നോക്കട്ടെ. മര്യാദക്കിരിക്കണം. മനസ്സിലായല്ലോ? അവൻ അടുത്തുണ്ടോ? അവൻ കേൾക്കണ്ട. ശരി. അറിയാലോ, ലോക്ക്ഡൌണാ. ഇനി എന്നാ കല്യാണം നടത്താൻ പറ്റാന്നൊന്നും അറിയില്ല. പുതിയ കാലാ. ഇവന്മാരുടെയൊക്കെ മനസ്സെപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ വല്ലോ മനസ്സിലായോ? എന്ത് മനസ്സിലായെന്ന്? മനസ്സിലായി. എന്നാ അവന് കൂടെ. ശരി. ഹലോ. സുഖാണോ? ഓ, സുഖമായിട്ടിരിക്കണമോ? പോകാനുള്ള കാര്യമൊക്കെ നമുക്ക് ശരിയാക്കാം. പേടിക്കണ്ട. ആ, ശരി ശരി. അപ്പൊ ശരി മോനെ. ഓക്കെ. ആ, ഓക്കെ. പിന്നെ ഭയങ്കര പേടിയല്ലേ? കൃത്യം ആ സമയത്ത് തന്നെ ചുമക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അല്ല, ചുമ വന്നാൽ ചുമക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ആരെയും പേടിക്കണ്ടേ? നീ ഓരോ സെക്കൻഡിൽ സെന്റിമെന്റിലാണെന്തിനാ? സഞ്ജയ്, ഞാൻ സെന്റി ആവുന്നതല്ല. എൻ്റെ അമ്മ എന്നെ ഫോണിന്റെ അപ്പുറത്ത് നിന്ന് എന്താ വിളിച്ചതെന്നറിയോ? കള്ളീന്നാ വിളിച്ചേ. ഞാൻ പറഞ്ഞതാ എനിക്കതൊന്നും ഇഷ്ടമല്ലാന്ന്. നിന്റെ അമ്മ നിന്നെ സംശയിച്ചെന്ന് വെച്ച് ഈ ലോകം ഒന്നും ഇടിഞ്ഞൊടിഞ്ഞു വിടാൻ പോണില്ല. സഞ്ജയ് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? എങ്ങനെ? എന്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കുന്നത് എന്തിനാ? ഞാൻ ആരെപ്പറ്റി ഇവിടെ മര്യാദയുടെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇല്ല സഞ്ജയ്, സഞ്ജയുടെ ടോൺ ശരിയല്ല. എന്റെ ടോൺ ഇങ്ങനെയാണ്, ഞാനും ഇങ്ങനെയാണ്. സഞ്ജയ്ക്കൊന്ന് കാമായിട്ട് സംസാരിച്ചൂടെ? പ്രത്യേകിച്ച് ഞാൻ സഞ്ജയനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സംസാരിക്കാനോ സഞ്ജയനെ ഫോൺ വിളിച്ചാൽ പറ്റൂ? ഈ സംസാരിക്കുന്ന സമയത്തെ ഇത്ര റൂഡായിട്ട് സംസാരിക്കുന്നത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് ഈ ആണുങ്ങളൊക്കെ ചിന്തിക്കുന്നത്. എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുകയാണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് റൈറ്റ്. എനിക്ക് എന്തൊക്കെ ഷെയർ ചെയ്യാനുണ്ടാവും, എന്തൊക്കെ സംസാരിക്കാനുണ്ടാവും ലൈഫിനെ കുറിച്ച്. എന്തെങ്കിലും അത് പറ്റിയിട്ടുണ്ടോ നമ്മൾ തമ്മിൽ? നീ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കില്ല. പക്ഷേ നിനക്കെന്താ മനസ്സിലാവുന്നില്ലേ പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും? സഞ്ജയ്, ഞാൻ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കുന്നതല്ല. പിന്നെ നീ എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ? സഞ്ജയ്, ഇപ്പൊ ഈ ചൂടായില്ലേ, അതിനെക്കുറിച്ച് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സഞ്ജയ് ചെറുപ്പം തൊട്ട് സഞ്ജയ്ക്ക് അറിയാവുന്ന ഒരു കുട്ടിയോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ എന്നോട് എങ്ങനെയായിരിക്കും സഞ്ജയ് പെരുമാറുന്നത്? നീ റിവേനെ പറ്റി പറയുകയാണെങ്കിൽ അതിവിടെ നിർത്തിക്കോ. എനിക്കത് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അത്ര ഇന്റിമേറ്റ് ആണ്. സഞ്ജയ്, അതിനേക്കാൾ കൂടുതൽ ഇന്റിമേറ്റ് ആയിട്ട് സഞ്ജയുടെ കൂടെ ജീവിക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് ഈ സൊസൈറ്റി തരുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ആയിരിക്കും സഞ്ജയ്ക്ക് ഈ കല്യാണം. അത് കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് വൈഫിനോട് ചൂടാവുന്നു എന്ന് പറഞ്ഞാൽ പോരെ. എന്റെ പൊന്നാശേ, അവര് വിടുമ്പോ ഞാൻ ഇറങ്ങി പൊക്കോളാം കേട്ടാ. എനിക്കൊരു താല്പര്യമില്ല ഇനി ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട്. പ്ലീസ് നിർത്തിക്കോ. ഞാനിത് എങ്ങനെ സോൾവ് ചെയ്യും? നിനക്ക് ഞാൻ അത്ര വലിയ ഇഷ്യൂ ആണെങ്കിൽ നീ വണ്ടി വിടോല്ലോ നിന്റെ അമ്മ. എന്തായാലും ഞാൻ ആദ്യം കയറി പൊക്കോളാം. നീ ആരെയും നോക്കി പേടിപ്പിക്കണേ? നീ ആരെയും നോക്കി പേടിപ്പിക്കണേന്ന്? ഇങ്ങോട്ടാ സാറേ? കൊല്ലം.
എവിടെയും നിർത്താൻ നിൽക്കരുത്, വിട്ടുപിടിച്ചോ. ശരി സാർ. പെട്ടെന്ന് നോക്കൂ. അതെ, ഇടയ്ക്ക് നിർത്തുമൊന്നും വേണ്ട. സഞ്ജയ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ കേട്ടിടത്തോളം റിവ ഭയങ്കര കൂളാണ്. ദെൻ വൈ കാണ്ട് യു? സഞ്ജയുടെ ഈ റൂഡായ ബിഹേവിയറും സംസാരമൊക്കെ ചിലപ്പോൾ റിവയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്കത് പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഐ ഡോണ്ട് നോ സഞ്ജയ്. ആക്ച്വലി ഐ എം സ്കേർഡ്. നമ്മൾ ഇണങ്ങാൻ വേണ്ടി മാത്രമല്ലല്ലോ കല്യാണം കഴിക്കണത്. തർക്കം ഉണ്ടാവും. തർക്കിച്ച് നമ്മൾ പരസ്പരം കറക്റ്റ് ചെയ്യും. അതെനിക്ക് ഉറപ്പാ. എനിക്കത്ര ഉറപ്പില്ല. റിവ കൂളായിരിക്കും, അത് കറക്റ്റാ. പക്ഷെ കൂൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥതയില്ലായ്മല്ലേ. അവനെന്തെങ്കിലും കാണിക്കട്ടെ, എനിക്കെന്താ ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ്, അതെനിക്കിഷ്ടമല്ല. എന്നോട് ഷൗട്ട് ചെയ്യണം, എന്നോട് തർക്കിക്കണം, എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ട്ണർ എനിക്കിഷ്ടം. വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഞാൻ കാര്യം പറഞ്ഞുതരാം. റിവയെ പോലെ അല്ല ആശ. എന്താ വ്യത്യാസം? അവള് ഒരിടത്ത് ഉറച്ചിക്കാത്തൊരു പ്രകൃത. നമ്മുടെ കടപ്പുറത്തെ തെങ്ങിന്റെ തലപ്പോലെ ചെറിയ കാറ്റടിച്ചാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് നിന്നെ ഇഷ്ടം. ആ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ റിവയുടെ? നോക്കട്ടെ. സുന്ദരിയാണല്ലോ. എനിക്ക് ഇത്ര സൗന്ദര്യമൊന്നും ഇഷ്ടമല്ല. അത് മാത്രമൊന്നും അല്ല, വേറെ എന്തോ ഒരു കാരണമുണ്ട്. വേറെന്ത് കാരണം? വേറൊന്നുമില്ല. പറയുന്നേ. എന്ത്? വേറൊന്നുമില്ല. ഉണ്ട്. അവള് ഷോർട്സ് ഇടും. മനുഷ്യർക്ക് ദേഷ്യവും പിണക്കമൊക്കെ വേണം, നിന്നെ പോലെ. സൗന്ദര്യം സംബന്ധിച്ചൊരു രഹസ്യം ഞാൻ പറയട്ടെ. റിവയുടെ മുഖം പോലെയല്ല നിന്റെ മുഖം. അതല്ലല്ലോ. എനിക്ക് നിന്റെ മുഖം ഇഷ്ടം. ചുമ്മാ. അതിനൊരു കാരണമുണ്ട്. അതെന്താ? നിന്റെ ഫേസ് ഭയങ്കര ഓക്യുപ്പൈഡ് ആണ്. എന്നുവെച്ചാ കുറച്ച് കുശുമ്പും കുറച്ച് പിണക്കവും മൂക്കിൻ തുമ്പത്ത് ഇത്തിരി ദേഷ്യവും, ആകപ്പാടൊരു മിക്സ്. ഭയങ്കര രസ. സഞ്ജയ് ഇങ്ങനെ റൊമാൻറ്റിക്കായി സംസാരിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഫോണിലൂടെ സംസാരിക്കുന്ന സഞ്ജയ് വേറെ തന്നെ ഒരാളാ. റഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര വൈൽഡാ. സഞ്ജയുടെ ഒരു തരം ഓർഡറിംഗ് ഉണ്ട്, അതാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്. സഞ്ജയുടെ ചില സ്റ്റാൻഡ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സഞ്ജയ് ഒരു വൂൾഫിനെ പോലെയാ പെരുമാറാറ്. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഫോണിന്റെ അപ്പുറത്തൊരു ചെന്നായി എന്നെ ഉള്ളതെന്ന്. എനിക്കിതൊക്കെ ഭയങ്കര പേടിയാ സഞ്ജയ്. ഞാൻ എന്തിനാ ലൈഫ് മുഴുവൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇത് ശരിയാവില്ല. എന്നെ വിട്ടേക്ക്. നീ നട്ടപ്പാതിരാത്രി ആരുടെ സ്വസ്ഥതകളെയും വിളിച്ചാടി? എന്താടി? പിന്നെ എന്താടി നിനക്ക്? നീ പിന്നെയും പിന്നെ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്തല്ലേ? ഒന്ന് ഫോൺ വെച്ചിട്ട് പോടി. സോറി, ഇത് മറ്റേ അസൂയുള്ള ജന്തുവാ. ഞാൻ പറഞ്ഞില്ലേ അവൾക്കാരും സന്തോഷമായിട്ടിരിക്കണ ഇഷ്ടമല്ലാന്ന്. ആശ,
അതാ സഞ്ജയുടെ റൂം. ഗുഡ് നൈറ്റ്. അല്ല, ഇത്ര നേരത്തൊക്കെ ഗുഡ് നൈറ്റ് വേണോ? വേണം. അതെ, എനിക്കറിയാം നീ മനഃപൂർവ്വം ദേഷ്യം പറഞ്ഞ് തീർത്താന്നൊക്കെ. അല്ലാണ്ട് പെർമനന്റ് ആയിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ ഇന്ന് കുറെ മനസ്സോടെ സംസാരിച്ചപ്പോ കുറച്ച് സുഖം കിട്ടിയ പോലെ. കല്യാണത്തിന് ശേഷം ഇങ്ങനെ പ്രശ്നം ഉണ്ടാകണ കിടന്നല്ലേ അതിനു മുമ്പ്? അതിനൊരു സുഖമില്ലേ? ശരി, ഗുഡ് നൈറ്റ്. അമ്മ അമ്മ വന്നോളൂ. സഞ്ജയ് കിടന്നു. ശരി. നാളെ കാണുമ്പോ ഈ പ്രശ്നം മാറൂലേ? പ്രശ്നമൊന്നും ഇല്ലല്ലോ സഞ്ജയ്. എവിടെ ഇവൻ? കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരട്ടെ? വേണ്ട. ഇല്ല, കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അവൻ എവിടെ? അപ്പുറത്തെ റൂമില്ല. ഉറപ്പാണല്ലോ? അതെ. ഗുഡ് നൈറ്റ്. എന്നാ പറ്റി സാറേ? കുറച്ച് വെള്ളം. ആടുതോ? എൻ്റെ ദൈവമേ, സാറ് നല്ല ചുമയാ. എനിക്കും കിട്ടിയെന്ന് തോന്നുന്നു. കൊറോണ. കൊറോണ. തോറും വെള്ളമാണ് കുടിക്കേണ്ട സാറ്. വീട് പണിത് വെച്ചേക്കുക. വെട്ടം വിളിച്ചു ഒന്നുമില്ല. അച്ഛന് പേടിയായിട്ടും വെള്ളം. കുറെ സമയം എടുത്ത് ഇന്നലെ ഉറങ്ങാനായിട്ട്. ആകെ എന്തൊക്കെ ഒരു പ്രശ്നമൊക്കെ പോലെ. ഭയങ്കര ശബ്ദം കേട്ടു രാത്രിയിൽ. വീട് മാറിക്കിടുന്നതിന്റെയോ? ആയിരിക്കും. നീ ഇന്നലെ രാത്രി എൻ്റെ ഒപ്പം ഉറങ്ങാതിരിക്കുമെന്ന് വിചാരിച്ചു.
ഭയങ്കര ടഫാണ് നീ. പിന്നെ എപ്പോഴും ഉറക്കം വന്നപ്പോഴേക്കും അങ്ങ് ഉറങ്ങിപ്പോയി. കാർ ഓടിച്ചു വന്നതിന്റെ ക്ഷീണവും പിന്നെ നിന്റെ വായിലിരുന്ന കേട്ടതിന്റെ ഒക്കെ ലഹരിയൊക്കെ ആയിട്ട് അങ്ങ് ഉറങ്ങി. അല്ല അമ്മ എവിടെ? അമ്മ ആലപ്പുഴയിലെ ഒരു ബന്ധുവീട്ടിൽ കുടുങ്ങിപ്പോയി. അപ്പൊ അരമണിക്കൂറിൽ അമ്മ വരും പറഞ്ഞത്? അത് അമ്മ ഞാൻ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. അല്ലാതെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ? കടുപ്പം ഭാഗത്തിന് തന്നെയല്ലേ? സഞ്ജയ്, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയണ്ടായിരുന്നു. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ എമർജൻസി അലോ ചെയ്യുന്നുണ്ട്. ഒരു പേഷ്യന്റിനെയും കൊണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ആംബുലൻസ് എറണാകുളം വരെ പോകുന്നുണ്ട്. നമ്മുടെ വീടിന്റെ മുമ്പിലൊന്ന് ഒരു സെക്കൻഡ് നിർത്തും. സഞ്ജയ് ഒന്ന് ചാടി കയറിയാൽ മാത്രം മതി. ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആറ്റിങ്ങൽ എത്തുമ്പം അമ്മ ഇൻഫോം ചെയ്യും. അപ്പം അതിനനുസരിച്ചൊന്ന് റെഡി ആയി നിന്നതിനാ പെട്ടെന്ന് പോവാം. കാർ ഇവിടെ കിടന്നോട്ടെ, പിന്നെ എടുത്താൽ മതിയല്ലോ. അതാണ് എനിക്ക് ഇത്ര സന്തോഷമല്ലേ? സഞ്ജയ് സന്തോഷത്തിനല്ലോ, അതാണ് എൻ്റെ ശരി. സാരില്ല, അറ്റ്ലീസ്റ്റ് കുറച്ചേരെങ്കിലും വഴക്ക് തമാശയായിട്ട് നിന്നോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയല്ല, അത് മതി. പിന്നെ ഇന്നലെ കിടന്നപ്പോ കുറെ ആലോചിച്ചു. നീ പറഞ്ഞ ശരിയാ, എനിക്ക് കുറച്ച് ഈഗോ കൂടുതലാ. കുറച്ചധികം. സഞ്ജയ്, സഞ്ജയ് എന്താ പരിപാടി കാണിച്ചേ? എന്താ ചോദിക്കാതെ? ചോദിച്ചു നീ സമ്മതിക്കാറില്ലല്ലോ. ഞാൻ ഭയങ്കര ഷാബിയാ. അടിപൊളിയാണ്. സഞ്ജയ് എന്നെ കാണിക്കാതെ ആർക്കും അയക്കരുത്. നോക്കട്ടെ. ആകെ 3 ഫ്രണ്ട്സിനെ അയച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ വിശ്വസിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ കൊള്ളില്ല സഞ്ജയ്. നീ ഇത് നാച്ചുറലാ നോക്കിയേ. എന്നാലും ഇത് ഭയങ്കര മോശം പരിപാടി കാണിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. എനിക്കും ആഗ്രഹമില്ല കല്യാണം കഴിക്കാൻ കൂടെ പെണ്ണായിട്ട് ഒരു സെൽഫി എടുക്കാൻ. മുൻവൈരാഗ്യമൊന്നും വിചാരിക്കരുത്. ഇത് ഇച്ചിരി കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ സാറിന് ഇച്ചിരി ചൂടുവെള്ളം വേണമായിരുന്നു. നമ്മുടെ ജയൻ സാറിനെ. അല്ല, നമ്മുടെ SI ജയൻ സാർ അതേ നിൽക്കുന്നുണ്ടോ സാറിന്? ഇന്നലെ രാത്രി ഇച്ചിരി സാറ് ടയേർഡായി. ചെറിയൊരു തൊണ്ടവേദന വന്നപ്പോൾ പുള്ളിക്കൊരു പേടി, കൊറോണ ആണെന്നൊരു പേടി. അല്ല, അത് മഞ്ഞ് കൊണ്ടുള്ള എനിക്കറിയാൻ ടോൺസിലാന്ന്. അതുമല്ല, മോനോട് ചെറിയൊരു ഇതുണ്ട് സാറിന്. എന്തിന്? അല്ല, സാർ ഇന്നലെ മോനെ വിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് പ്രാക്ടീസ് ആക്കിയിട്ട് ഞാൻ പ്രാക്ടീസാ. അല്ല, ഞാൻ ഒരു തമാശ കലർത്തി ഇങ്ങനെ സാറിനോട് ഒരു അടി അടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇമാതിരി മര്യാദ തമാശയാണ് ഒരു വീട്ടിൽ കയറെന്ന് പറയണത്. അല്ല അല്ല അത് പിന്നെ അത് മോനെ പറഞ്ഞപ്പോ ഒരു നമ്മളെ എന്താ അങ്ങോട്ട് നോക്കി അയാൾ പറയാ എന്താന്നുള്ളത്. എന്താ സാറേ? സാറേ, ഞാനേ ഒരു ചെറിയൊരു ഇത് പറഞ്ഞപ്പോ സാറേ സാറേ എന്തോ അടുപ്പത്ത് ചൂടുവെള്ളം കിടപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. എന്നായിരുന്നു സാറേ? എന്താ ഒരിടത്ത് പറഞ്ഞു? അല്ല സാറേ, ഒന്നാമത് ആ പയ്യന് ചെറിയൊരു ചുരുക്ക് സാറിനോടുണ്ട്. എന്നാന്ന് വെച്ചാൽ സാറിനെ അവനെ വിട്ടില്ലല്ലോ. അവൻ നേരെ വിട്ടുകൊടുത്തിട്ടും അവനൊന്നും ഒഴിവാക്കുന്നില്ല. അത് വെച്ച് ഞാനൊരു തമാശ അടിക്കുന്നുള്ളൂ സാറേ. തനിക്ക് പോലും ചെറുപ്പക്കാരെ പിള്ളേരോട് സംസാരിക്കാൻ അറിയില്ലേ? പെൻഷൻ സാർ. ആ ചൂടുവെള്ളം ആയിക്കട്ടെ. ചൂടായി. ഇവന്മാരെന്താ വീട്ടിൽ കയറുന്ന പോലീസ് കളിക്കണോ? വൃത്തിയോട്ടന്മാരും. കള സഞ്ജയ്, പോലീസുകാരല്ലേ. പോലീസുകാർക്ക് എന്താ കൊമ്പുണ്ടാ? ഇമാതിരി മര്യാദയായിട്ട് വർത്താനം പറഞ്ഞ എന്നെ കൊണ്ടൊന്നും കേട്ടോണ്ടിരിക്കാൻ പറ്റൊന്നുമില്ല. മിണ്ടാതിരിക്കുമ്പോ ഇമാര് വീട്ടിൽ കയറുന്ന എണ്ണാക്കിട്ട് കോലിട്ടുത്തണത്. അതെ, ഇനി മേലെ ഇവന്മാർക്ക് ചൂടുവെള്ളം പോയിട്ട് ഒരു തേങ്ങോലും കൊടുക്കാൻ നിൽക്കുന്നത് മനസ്സിലായ എനക്ക്? സഞ്ജയ്, ചിലപ്പോ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളൊന്ന് താഴ്ന്നു പെരുമാറേണ്ടി വരും. എന്നെ കൊണ്ട് പറ്റില്ല. അത് പറ്റില്ലെങ്കിൽ സഞ്ജയ് മാത്രമല്ല, കൂടെ ജീവിക്കുന്നവരും നന്നായിട്ട് ബുദ്ധിമുട്ടും. കൂടെ ജീവിക്കുന്നവരെ ബുദ്ധിമുട്ടാൻ എനിക്ക് വേറെ ആളാൻ പറ്റൊന്നുമില്ല. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഭാവിയിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് ഏത് സൂപ്രണ്ടിന്റെ മോളോടായാലും. ഭാവിയിലെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം സഞ്ജയ്. ഭാവിയിലെ കാര്യം പിന്നെ സംസാരിക്കാം. നീ എവിടെ പോയി സംസാരിച്ചോണ്ട്? ഇനി അതേ കയറി പിടിച്ചോ. അതെന്താ സൗണ്ട്? അത് മുകളിലൊരു ഗ്ലാസ് കാറ്റത്ത്. അല്ല, കാറ്റല്ല,
ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോഴും ഫീൽ ചെയ്താ മേളിലെന്തോ. രാത്രി എന്റെ ഫോൺ വൈബ്രേഷനില് ഡ്രസ്സിംഗ് ടേബിളില്. സഞ്ജയ് എങ്ങോട്ടാ? സഞ്ജയ് എങ്ങോട്ടാ? സഞ്ജയ് എന്താ നോക്കണേ? സഞ്ജയ് എന്താ നോക്കണേന്ന് പറ. സഞ്ജയ് എങ്ങോട്ടാ? എങ്ങോട്ടാ പോണേ? നിക്ക. എന്ത് ചെയ്യാൻ പോയി? സഞ്ജയ് വെറുതെ ഭ്രാന്ത് കാണിക്കില്ലേ? നിക്ക. എങ്ങോട്ടാ? പ്ലീസ് സഞ്ജയ് ബോളിലേക്ക് പോരുത് പ്ലീസ്. സഞ്ജയ് അവിടെ പൂട്ടിയിട്ടിരിക്കുക. സഞ്ജയ് പ്ലീസ് നിക്ക. പറയുന്ന കേൾക്ക്. അവിടെ സഞ്ജയ് എന്താ കാണിക്കണേ? സഞ്ജയ് ഇവിടെ ഒന്നുമില്ല. താഴെ പോവാ. നിക്ക. ഇവിടെ ഒന്നുമില്ല. സഞ്ജയ് മുറി പൂട്ടിയിട്ടിരിക്കുക. മുറി പൂട്ടിയിട്ടിരിക്കുക. സഞ്ജയ് മുറി പൂട്ടിയിട്ടിരിക്കുക. സഞ്ജയ് കൂട്ടിരിക്കുക അകത്തുനിന്ന്. ഗുഡ് മോർണിംഗ്. സോറി, കപ്പ് പൊട്ടിപ്പോയി. ആരാടി ആള്? സഞ്ജയ് താഴത്തേക്ക് പോക്കോ. ഞാൻ താഴത്തേക്ക് വരാം. ചെല്ല്. ആരാടി ആള്? സഞ്ജയ് താഴത്തേക്ക് പോ. താൻ ആരാടോ? ഈ തിരിയൊന്ന് കത്തിച്ചോട്ടെ. ലൈറ്റർ താഴെ പോയി. ഇതൊന്ന് കത്തിച്ചോട്ടെ. ആത്മാവ് കിടന്ന് എന്തൊരു നിലവിളിയായിരുന്നു. ഒരു പുക കിട്ടാൻ വേണ്ടി. അനങ്ങരുതെന്ന് ആശ പറഞ്ഞതുകൊണ്ടാ. നിന്നോട് ഞാൻ ചോദിക്കണേ, ഇത് ആരാടി? ജോ. ഏത് ജോ? ഒരു ജോ. അങ്ങനെ ഏതെങ്കിലും ജോക്ക് ഇവിടെ എന്താ കാരണം എടുത്ത് ഞാൻ ചോദിക്കണത്? അതിനി മനസ്സിലായില്ലേ? കഷ്ടം. ഞാൻ ജോഡോ കൂടെ പോവാൻ നിൽക്കരുത്. അപ്പോഴാണ് താൻ കയറി വന്ന് നശിപ്പിക്കാനായിട്ട്. നേരാ. ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് പോയേനെ. ഒരാളെ പറ്റില്ല എന്ന് മനസ്സ് പറഞ്ഞാൽ പിന്നെ സഹിക്കാൻ നിൽക്കരുത് 1 മിനിറ്റ് പോലും. ജോയുടെ ഫിലോസഫിയാ. ആരാ നിനക്ക് സഹിക്കാൻ പറ്റാത്ത? എന്നെയാണോ? അതിനി എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞിരുന്നാണല്ലോ, തൻ്റെ ഈ ഒരു വൈൽഡ് നേച്ചർ ഉണ്ടല്ലോ, അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ സഹിക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ട് ഞാൻ ജോയുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. ഇയാളുടെ കൂടെ? എനിക്ക് എന്താ കുഴപ്പം?
ഇനി അഥവാ വല്ല കുഴപ്പമുണ്ടെങ്കിൽ തന്നെ ഒരു ബെറ്റർ ഓപ്ഷൻ ഞാൻ അത്രയും നോക്കിയുള്ളൂ. ഇയാളാണോ ബെറ്ററായി തോന്നിയ ഓപ്ഷൻ? എന്തായാലും തന്നെക്കാ ഭേദം, അതെനിക്ക് നല്ല ഉറപ്പാ. ഏത് നിരക്കാടി? എല്ലാ നിലയ്ക്കും. റബേക്ക സുന്ദരി ഞാനാന്ന് പറഞ്ഞില്ലേ, അതെങ്ങനാ എനിക്കത് ബോധ്യപ്പെട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഒരു പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ജഡ്ജ്മെന്റാ, അല്ലാണ്ട് ആളെ തുറന്നു നോക്കി കണ്ടുപിടിക്കാനൊന്നും പറ്റില്ലല്ലോ. നിന്റെ ജഡ്ജ്മെന്റ് തെറ്റിയാലോ? അങ്ങനെ ജഡ്ജ്മെന്റ് തെറ്റി എത്രയോ പേര് ഈ ലോകത്തെ പാർട്ട്നേഴ്സായി ജീവിക്കണം. തെറ്റുമ്പോഴല്ലേ അതപ്പോ നോക്കാം. വിട്ടേക്ക്. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ സ്വന്തമായി സ്റ്റാൻഡുള്ള പാർട്ടികളാ. നീ ചുമ്മാ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്റെ കുഴപ്പം. തന്നോട് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടാ. ഓ, ഇതിന്റെ ഇടയ്ക്കറി വർത്താനം പറയാൻ നിൽക്കരുത്. എന്താ പ്രശ്നം? നീ പറ. എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല, ഒക്കെ തീർന്നു. ഓക്കെ, ഞാൻ വൈൽഡാണ് സമ്മതിച്ച്. പക്ഷെ എന്നെക്കാട്ടും നല്ലൊരാളെയാണ് നീ സെലക്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസം എനിക്ക് വേണ്ടേ? തന്നെ ബോധിപ്പിച്ചിട്ട് എന്തിനാ? ദേ, ഇങ്ങനത്തെ ഒരു അഗ്രിമെന്റ് കൈ കിടക്കണോണ്ട്. അതാണോ? അതെ, ഇങ്ങനെ ഊരിയാ മതി, അത്രേ ഉള്ളൂ. ആശേ, വൈറ്റ് ഗോൾഡ് അല്ലേ, അതും ജോന്ന് കുത്തിയ പോരെ, കളയണ്ട. അതെ, ഒരു റൈറ്റ്സും സഞ്ജയ്ക്ക് ആരുടെ മേലെയില്ല, മനസ്സിലായോ? അവന് മനസ്സിലായി. ആശ അവനെ വിഷമിപ്പിക്കാതെ. അയ്യോ, ഇവിടെ പറഞ്ഞത്. എടോ, താൻ ആരാടോ? എന്താ തന്റെ മെറിറ്റ് എന്താണ്? എന്റെ മെറിറ്റ് അത് ഞാനാണോ പറയേണ്ടത്? ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ജോ നല്ല കാമാണ്, ഭയങ്കര മൈൽഡാണ്, സ്വീറ്റാണ്. പെരുമാറ്റത്തുനിന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായത്. എനിക്കത് തന്നെയായിരുന്നു വേണ്ടതും. ആശ, ഇതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാണ്. എനിക്ക് ഇയാളുടെ കാര്യത്തിൽ ഒട്ടും കൺവിൻസ്ഡ് അല്ല ഞാൻ. തന്നെ കൺവിൻസ് ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു, അതിപ്പോ എന്തായാലും തെറ്റി. പിന്നെ സഞ്ജയ്, നമ്മൾ രണ്ടുപേര് രണ്ട് സ്വഭാവത്തിലുള്ള ആൾക്കാരാ. പിന്നെ ഞാൻ ഭാവിയിൽ ഷോർട്ട്സ് ഇട്ടു എന്നൊക്കെ ഇരിക്കും, തനിക്കത് പിടിക്കില്ല. ഭാവി ചിലപ്പോ ഞാൻ സഹിക്കൂന്ന് മാത്രമല്ല, ചിലപ്പോ സപ്പോർട്ട് ചെയ്തൊന്നും ഇരിക്കും. ഞാൻ അത്ര പഴഞ്ചനൊന്നല്ല. ഞാൻ അത്ര പഴഞ്ചനായിരുന്നെങ്കിലേ നിന്നെ ഇയാളുടെ കണ്ട സമയം തൊട്ട് തന്നെ എന്റെ മനസ്സിൽ നിന്ന് വലിച്ചിട്ട് കളഞ്ഞാനെ പുറത്തിട്ട്. അവൻ മാറി തുടങ്ങി മോളെ. ആശേ, നിനക്ക് ഒട്ടും പക്വതയില്ല. നീ ഇപ്പൊ ഒരു അപകടം പിടിച്ച സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എനിക്ക് നിന്നെ സേഫ് ആക്കിയേ പറ്റൂ. ഞാനേ ഡേഞ്ചറസ് ആയ ഒരു ഡിസിഷൻ എടുത്തിരുന്നു. അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടേ ഞാൻ ഇപ്പൊ ഈ ഡിസിഷൻ എടുത്തത്. അതിരിക്കട്ടെ, ഞാൻ അപകടം പിടിച്ച സിറ്റുവേഷനിലാണെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് ഇയാളെ പിടിച്ചിട്ടില്ല. അതിന് തനിക്ക് പിടിക്കുന്ന എന്തിനാ എനിക്ക് പിടിച്ചാ പോരെ? സഞ്ജയ് പറയട്ടെ, അവന് ശാന്തനാവാൻ ഒരു അവസരം കൊടുക്കുക. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കുക, അവള് മറുപടി തരും. അത് കിട്ടി തൃപ്തിയായി പിന്നെ ഞങ്ങളെ ശല്യപ്പെടുത്തരുത്, കേട്ടല്ലോ? ആരെയാള്? ഇയാളെ എവിടെന്നാ വന്നേ? എന്താ ഇയാള് പണി? നിന്നെയും കൊണ്ട് എവിടെ പോണിയാള്? എന്തിന്? ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും തന്റെ അടുത്ത് ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല, മനസ്സിലായോ? പിന്നെ ഈ കല്യാണം മാറിപ്പോകുന്നതൊക്കെ സാധാരണ തന്നെയാ. ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. ആശേ, അവൻ വല്ലാത്തൊരു ഷോക്കിലാ. അവൻ ഈ സിറ്റുവേഷനായിട്ടൊന്ന് ഇണങ്ങട്ടെ. നിനക്ക് പറ്റുമെങ്കിൽ അവൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, നിനക്കറിയാവുന്ന പോലെ. ഞങ്ങള് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടത്. ജോ ഒരു ട്രാവലറാ. ട്രാവലറാ? എന്ത് ട്രാവലർ? ജോ സൗത്ത് ആഫ്രിക്കയിൽ ഒരു ട്രാവൽ ആൻഡ് ടൂർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എക്സ്റ്റെൻസീവായിട്ട് ട്രാവൽ ചെയ്യും. ആൻഡ് ഹീസ് ഓൾവേസ് ഹാപ്പി. ആ ഹാപ്പിനെസ് എൻ്റെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ജോയുടെ മനസ്സിൽ ഒരുപാട് നന്മയുണ്ട്. എന്തിന്? ജോയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ മാത്രം നോക്കിയാൽ മതി. ജോയുടെ ട്രാവലിന്റെ ഫോട്ടോസ്, പ്രകൃതിയുടെ, മരങ്ങളുടെ, മൃഗങ്ങളുടെ, പച്ചപ്പിന്റെ, എന്തോരം നല്ല ഫോട്ടോസാ. കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവാ. സഞ്ജയുടെ നോക്കിയാലോ? ജിമ്മിൽ പോയതിൻ്റെ, മുടി വെട്ടിയതിൻ്റെ, മസിൽ വന്നതിൻ്റെ. മടുത്തു. എടി, എന്റെ ലോകം ഒരു ചെറുപ്പക്കാരന്റെ ലോകമാണ്, അല്ലാണ്ട് കിളവന്റെ അല്ല. ഇയാൾക്ക് 19 വയസ്സുണ്ട്. ജസ്റ്റ് 46. ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം നോക്കി പ്രേമിക്കാനൊന്നും പറ്റില്ല.
എനിക്കിപ്പോ എന്തായാലും താൻ ഉണ്ടാക്കിയ മെന്റൽ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടണം. അത്രേ ഉള്ളൂ എനിക്ക്. അപ്പൊ ഞാനൊഴിഞ്ഞാ നീ രക്ഷപ്പെടും അല്ലേ? പക്ഷെ കയത്തി പോയി ചാടരുത്. ഐ ആം നോട്ട് എ കയം. സഞ്ജയ്, എടാ പ്രകൃതിയിൽ ഇതൊക്കെ സ്വാഭാവിക. താൻ കൈയ്യട്, കാര്യം പറ. നീ വാ വാ പറയട്ടെ. സ്ത്രീകൾ പുരുഷനെ മറ്റു പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യും. അക്കാര്യത്തിൽ അവരുടെ ജഡ്ജ്മെന്റാണ് പ്രധാനം. അതെന്തായാലും നമ്മൾ പുരുഷന്മാർ അംഗീകരിക്കണം. അതാണ് പുരുഷത്വം. അവള് നോക്കിയപ്പോ എനിക്കൊരു പുരുഷ ലക്ഷണമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, അവളുടെ കണ്ണില് അത് നിന്നേക്കാൾ കൂടുതലാണ്. എന്നാ അതെനിക്കൊന്നും അറിയണമല്ലോടാ. നീ ഇതിനെ ചിരിക്കണത്? നീ എന്നെക്കാളും ബെസ്റ്റാണ് തെളിയിക്ക്. എനിക്കിതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടല്ലോ. നിനക്ക് ആവശ്യമുണ്ട്, എന്നാ നീ തെളിയിച്ചോ. ഞാൻ തെളിയിച്ചരാടാ. കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല. എന്താ? ഒന്നുമില്ല, ഒന്നുമില്ല മോളെ. ഡാ, നീ എന്തീ കാണിക്കുന്ന? ഇവളുടെ മുമ്പിൽ നീ വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കല്ലേ? ശരിയാ, നല്ല പിള്ള ചമഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയില്ലേ മോളെ? ഇവന്റെ സ്വഭാവം ഓരോന്നായി പുറത്തു വരുന്ന കണ്ട. ഇനി നീ മിണ്ടിയ വിട്ടേക്ക്. എന്നെ സെലക്ട് ചെയ്തതുപോലെ നിന്നെ സെലക്ട് ചെയ്യാൻ ഒരു പെൺകുട്ടി വരും. ക്ഷമ വേണം, കാത്തിരിക്കും. അല്ലാതെ ഇതുപോലെ അക്രമം കാണിക്കല്ല വേണ്ടത്. എടാ, നിന്നോടെല്ലാം മിണ്ടായിരിക്കാൻ പറഞ്ഞു. അവനൊരു പെണ്ണുണ്ട് ജോ. അവന്റെ ഫ്ലാറ്റിലെ റിവ. അവർ രണ്ടുപേരും ഭയങ്കര ക്ലോസാ. ഹാ, പിന്നെന്ത് വേണം? ഇതാണ് പ്രകൃതിയുടെ ഒരു രീതി. തോറ്റ പുരുഷൻ മറ്റൊരിടത്ത് ജയിക്കുന്നു. പെണ്ണിന് വേണ്ടി തല്ലുടിക്കണം പ്രകൃതിയുടെ ഒരു രീതിയാടാ, മനസ്സിലാടാ? എന്താ കാണിക്കണേ? സഞ്ജയ്, എന്ത് ദേഹത്തോടുന്നോടാ. മര്യാദയില്ലാത്ത ചെറുക്കൻ. എങ്ങനെയാണോ നിന്റെ കൂടെ ഒരു പെൺകുട്ടി ജീവിക്കുന്നത്? ആരാടാ നീ? സഞ്ജയ്, കുഴപ്പമില്ല മോളെ, അവന്റെ ദേഷ്യം തീരുന്നെങ്കിൽ തീർന്നോട്ടെ. തലയിലൊന്നും അടിക്കരുത്, പൊട്ടും. എന്തായാലും നിന്നെ ഇവന്റെ അടുത്ത് തൊലയാൻ വേണ്ടിട്ട് ഞാൻ പോകൂല, അത് ഉറപ്പാ. എന്ന് വെച്ച നീയായിട്ട് തന്നെ തൊലയ്ക്കുന്നു അല്ലേ? സഞ്ജയ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ. തനിക്കെന്താ? ഫേസ്ബുക്കും തുറന്നു വെച്ച് നല്ല കുടുംബത്തിലെ പെൺപിള്ളേരെ പഴപ്പിക്കാൻ നടക്കണടാ. ഏത് റെഡ് സ്ട്രീറ്റിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോണത്? നീ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കാണോ? അനിയ, ആ കാലൊക്കെ പോയി. ഇതൊക്കെ നല്ല മിടുക്കി പെൺപിള്ളേരാ. ഇവരുടെ ജീവിതം ഇവര് തീരുമാനിക്കും. ഞാൻ കന്നെന്തരം കാണിച്ചാൽ എന്നെയും കളഞ്ഞിട്ട് പോകും. പണ്ടത്തെ പോലെ ഒന്നല്ല, ഇവർ നേരത്തെ തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങുക. അപ്പോഴാണ് പഴയ സിനിമയും കണ്ട് റെഡ് സ്ട്രീറ്റ് പോലും. അപ്പൊ എവിടെയെന്ന് വെച്ചാൽ നീ ഇവളെയും കൊണ്ട് പോവോ? സംശയമുണ്ടോ? സഞ്ജയ്, കാലെടുക്ക. സഞ്ജയ്, നീ കൊണ്ടുപോടാ. സഞ്ജയ്, കാലെടുക്ക. നീ എന്റെ പെണ്ണിനെ കൊണ്ട് പോടാ. സഞ്ജയ്, അവള് വന്നാ ഞാൻ കൊണ്ടുപോകും. കാലെടുക്ക. ആരുടെ കൂടെ ജീവിക്കേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. കാലെടുക്ക സഞ്ജയ്. എന്റെ പെണ്ണ് ഓണർഷിപ്പോ? ഒരുപാട് കുഴപ്പമുണ്ടായി നിനക്ക്. ഹണിമൂൺ കഴിഞ്ഞ് നിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം, സൗത്ത് ആഫ്രിക്കയിലേക്ക്. ലോകം കണ്ടു പഠിക്കും. സ്വാതന്ത്ര്യത്തോടെയും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് മനുഷ്യനെ എങ്ങനെ ജീവിക്കുന്നെന്ന് കാണിച്ചു തരാം തന്നെ. അതെ, ഞാൻ തീരുമാനിച്ചോളാം എങ്ങോട്ട് പോകണമെന്നും എങ്ങോട്ട് വരണമെന്നും. അതന്നല്ലേ ഇവളും തീരുമാനിച്ചത്, എങ്ങോട്ട് വരണം, ആരെ കൂടെ പോകണമെന്നൊക്കെ. എനിക്ക് എന്റേതായിട്ടുള്ള തീരുമാനങ്ങളില്ല സഞ്ജയ്. നിങ്ങൾ ആദ്യം അത് അംഗീകരിക്കും.
ഫോൺ എടുക്കും. ഹലോ ഹാ മാ ഫോൺ തരാൻ. ആ ഓക്കെ. നിന്റെ അമ്മ കൂടെ അറിഞ്ഞുള്ള കളിയാണെന്ന് എനിക്ക് അറിയണം. ഫോണ്ടാ. ഏയ് ഇല്ല അമ്മ, സഞ്ജയ് സംസാരിക്കാം. ബഹളം വെക്കുക. അല്ല, ഞാൻ ബഹളം വെക്കാണ്. എനിക്ക് നിന്റെ അമ്മയോട് സംസാരിക്കണം. ഫോണ്ടാ. ആ ശരി ശരി. ഫോൺ താടി. ആ ഓക്കെ. ആംബുലൻസ് പുറപ്പെടാറായി. സമാധാനമായിട്ട് തിരിച്ചു പോവാൻ നോക്ക്. അതുവരെ നമ്പർ വിളിച്ചു. ഇയാളുടെ കൂടെ നിന്നോട് വിട്ടിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോണില്ല. ഞാൻ വിളിക്കാം നിന്റെ അമ്മേനെ. നാണോ ഇല്ലല്ലോ സഞ്ജയ്. എന്റെ ജീവിതം ജീവിക്കുന്നത് ഞാനാ. ഞാൻ അമ്മ പറഞ്ഞാൽ കേൾക്കും താൻ വിചാരിച്ചു. ഫ്രണ്ട് സീറ്റിലായിരിക്കണ്ടേ. ബാക്കിലെ പേഷ്യന്റും ബൈസ്റ്റാൻഡറും ഒരു നഴ്സും കാണും. വരുമ്പോ കയറി പോവാൻ നോക്ക്. അതെ, ഇതിനൊരു തീരുമാനമാകാൻ ഒരു ആംബുലൻസിൽ കയറി പോകില്ലട്ടോ. ജോ ദേ കണ്ടില്ലേ, ഒരു തരി മെച്യൂരിറ്റി ഇല്ല. ഇതുപോലെ ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെയാ? കെട്ടിന് മുമ്പ് വിളിച്ചോടാൻ പോണല്ലേ വലിയ മെച്യൂരിറ്റി. അതെ, കെട്ടാൻ വരുന്നവന്റെ മെച്യൂരിറ്റി ഇല്ലെങ്കിലേ ചിലപ്പോ ഇങ്ങനെ മെച്യൂരിറ്റി ഇല്ലാത്ത തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. മനസ്സിലായോ? കിടില മറുപടി. കൺഗ്രാറ്റ്സ് മോളെ. തന്നോട് ഇതിന് ചോദിച്ചാ ഞാൻ ചോദിച്ചാ ഞാൻ ഇനി വീണ്ടിയ തലടിച്ച് വിളിക്കും. സഞ്ജയ്, നീ അത് ചെയ്യും. ദുർബല ജന്തുക്കളെ ഉപദ്രവിക്കാനുള്ള ഒരു ആസക്തി നിനക്കുണ്ട്. ആദ്യം എന്നെ തല്ലി, പിന്നെ ഇവളുടെ നേരെ. കല്യാണം കഴിഞ്ഞ് ഷുവറല്ലേ നീ ഇവളുടെ ദേഹത്ത് കൈവയ്ക്കും? അതുറപ്പാ. നീ ശരിയല്ലടാ. എടാ, ഭൂമിയിൽ ഒരുമാതിരി ജന്തുക്കളൊന്നും ഇണയെ ഉപദ്രവിക്കാറില്ല, നിന്നെ പോലുള്ള ചില ഇനങ്ങളല്ലാതെ. അത്തരത്തിൽ ഉപദ്രവിക്കുന്ന മനുഷ്യരുടെ ജനസയുണ്ട് എനിക്കറിയാം. എനിക്ക് കണ്ടാലറിയാം ജനസൊക്കെ ഒരാള് ഫ്രോഡാണല്ലേ എന്നൊക്കെ. കേട്ടാ, നീ ഫോൺ എടുക്ക. ഞാൻ മിണ്ടുന്നില്ല. അളിയാ, എടാ ഒരു കാര്യം പറയാണ്ട്, നീ ചൂടാവരുത്. നീ പറ. അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. എങ്കി പറയണ്ട. എടാ, നീ അയച്ചെന്ന സെൽഫി ഇല്ലേ, അത് ഞങ്ങൾ അറിയാവുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്തിരുന്നു. ഇതാണ് അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം. അല്ലടാ, അത് അവരുടെ കയ്യിൽ മിസ്സായി. ഏതൊരു ഓൺലൈൻ പത്രത്തിലൊക്കെ വന്നു. ഓൺലൈനാ? അല്ല, പാരിപ്പള്ളിയില് കല്യാണം കഴിക്കുന്ന ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിൽ കുടുങ്ങിയെന്നും പറഞ്ഞോ. അലിയ, ഞാൻ എടാ ഞാൻ അമ്മനെ കൊടുക്കാം. ഹലോ എടാ, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. എടാ, ഒന്നാമത് നിങ്ങളുടെ പേര് അവര് പത്രത്തിൽ കൊടുത്തിട്ടുമില്ല. പിന്നെ കൊടുത്തേക്കണ ഫോട്ടോ അവര് ബ്ലർ ചെയ്തിട്ടാ കൊടുത്തേക്കണേ. നമ്മള് ഇന്നെടുത്ത സെൽഫി വൈറലായി ഏതൊരു ഓൺലൈൻ. തന്റെ അടുത്ത് ഞാൻ 100 തവണ പറഞ്ഞതാ പടം എടുക്കരുത് എടുക്കരുതെന്ന്. ഇപ്പൊ കണ്ടില്ലേ? അതിന് നീ ചാടിപ്പോവാൻ നിൽക്കണവരെ എനിക്കറിയോ. അത് പറയാൻ പറ്റാത്തോണ്ടല്ലേ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞേ. ഫോട്ടോ എടുത്തില്ല പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകുമ്പോഴല്ലോ. സഞ്ജയ് കെട്ടാവണ പെണ്ണ് ചാടിപ്പോയെന്ന് പറയും നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും. അതിന്റെ അത്ര നാണക്കേടൊന്നും ഈ വാർത്തക്കില്ല. താൻ കുറെ നേരമല്ലോ ഞാൻ ചാടി പോകുന്നു ഓടി പോകുന്നു എന്നൊക്കെ. ഞാൻ എന്താ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന പട്ടി കൊച്ചു വല്ലാണോ ചാടി പോകാനായിട്ട്? നീ ഒളിച്ചോടുന്ന ഒരു യോഗന്റെ ഒപ്പം ഇരുന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതിപ്പോ ഊരും പേരും അറിയാത്ത ഏതൊരു ചളയുടെ കൂടെ. ഞാൻ ഇനി എങ്ങനെ മറ്റുള്ളവരെ മുഖത്ത് നോക്കും? ഇങ്ങനെ നാണംഘടന കിടന്നല്ലേ ചാകണായിരുന്നു. സഞ്ജയ് ഇതൊക്കെ ലോകത്ത് നടക്കുന്ന തന്നെയല്ലേ? സത്യം. ആശേ, നീ അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക. എനിക്ക് നിന്റെ ഒത്താശ ഒന്നും വേണ്ട കേട്ടാ. ഓ,
ആയിക്കോട്ടെ. ലോകത്ത് പോലും നടക്കും, അതെനിക്കറിയാം. പക്ഷെ അതൊന്നും എന്റെ കൺസേൺ അല്ല. പക്ഷെ എല്ലാവരും മുമ്പിൽ ഒരു എന്റർടൈൻമെന്റ് ഒബ്ജക്റ്റായി മാറാൻ എനിക്കൊരു താല്പര്യമില്ല. ആ അപമാനം ഞാൻ സഹിക്കയില്ല, എന്നെ കൊണ്ട് താങ്ങാനും പറ്റില്ല. സഞ്ജയ്, അതിന് ഞാനെന്ത് വേണം? നീ അയാളെ പറഞ്ഞു വിടണം. ഒരു മ്യൂച്വൽ കൺസേൺ ഞാൻ കല്യാണത്തിന് മുമ്പ് എഴുതി ഒപ്പിട്ടുതരാം. നിനക്ക് എപ്പോഴെങ്കിലും ഒഴിഞ്ഞു പോവാം, പക്ഷെ കല്യാണത്തിന് ശേഷം. എന്താ നിന്റെ തീരുമാനം? വേഗം പറ. അത് പറ്റില്ല സഞ്ജയ്. ജോയെ ഞാനായിട്ട് വിളിച്ചു വരുത്തിയതാ. അയാളായിട്ട് പോയാലോ? മനസ്സിലായി, ഞാൻ പോവില്ല. എന്നാ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, ഇപ്പം എന്തായാലും കല്യാണം മാറ്റി വെക്കുമല്ലോ. പിന്നെ പതുക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ മറന്നു തുടങ്ങുമ്പോഴേക്കും നമ്മൾ മ്യൂച്വൽ എടുത്ത തീരുമാനമായിട്ട് തന്നെ പറയാം. നീ ജോ ആക്കൂ ആരോട് വിളിച്ചപ്പോക്കോ, അപ്പോഴേക്കെല്ലാം ഇത് മറന്നുണ്ടാവും. ഓഹോ, അപ്പൊ ഞാൻ തന്റെ മാനത്തെയും സൗകര്യത്തെയും കരുതി ഇപ്പൊ ജോയുടെ കൂടെ പോവരുത്, അതാണോ ഉദ്ദേശിച്ചത്? സൗകര്യമില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് ജോയി ഡിസിഷൻ എടുത്തത്. തന്റെ ഡിഗ്നിറ്റി എന്റെ കൺസേൺ അല്ല. അതിനുവേണ്ടി എന്റെ ജീവിതം കളയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ എനിക്ക് എന്റെ ഡിഗ്നിറ്റി നോക്കണ്ടേ? നാട്ടുകാർക്ക് മൊത്തം ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ ഒരുമിച്ചാണ് കഴിഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയിൽ നീ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും എനിക്ക് വേറെ വല്ല കുഴപ്പമുണ്ടെന്ന് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ആശേ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ ആക്സെപ്റ്റ് ചെയ്യാൻ നിനക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലേ? ഞാനേ ആശയുടെ താമസമാണ് കേട്ടാ. താൻ എന്തേ പറഞ്ഞു വരുന്നേ? ഒന്നല്ലെങ്കിൽ ഡിഗ്നിറ്റിയോടെ ജീവിക്കണം, അല്ലെങ്കിൽ I'll die or kill. ദുരഭിമാനം. നിനക്ക് ദുരഭിമാന ആണ്. ഓരോ ആൾക്കാരെ എന്തിനോട് ജീവിക്കണേ? നമ്മുടെ സൊസൈറ്റി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇവരേക്ക് മുമ്പിൽ ഒരു പ്രോപ്പർ ഡിഗ്നിറ്റിക്ക് വേണ്ടി തന്നെയാണ്. അതിനുവേണ്ടി തന്നെ പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ പോയിട്ട് ഈ അടിമപ്പണി എടുക്കുന്നതും ഡിസിപ്ലിനായിട്ട് ജീവിക്കുന്നതും. ഇതൊക്കെ പോയാലേ പിന്നെ ഒന്നുമില്ല. പിന്നെ കള്ളനായാലും കൊള്ളക്കാരനായാലും കൊലപാതകയായാലും ഒരേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. പിന്നെ ആശേ, ഞാൻ ജീവിച്ചില്ലെങ്കിൽ നീയും ജീവിക്കില്ല. അതൊന്നും ന്യായ. സഞ്ജയ്, ഞാൻ പറയുന്നതൊന്ന് ദയവ് ചെയ്ത് കേക്ക്. എനിക്കൊന്ന് സ്വസ്ഥായി സമാധാനമായി ജീവിക്കണം. അതെന്റെ ബേസിക് റൈറ്റാ. തന്റെ കൂടെ അത് ശരിയാവില്ല. തന്റെ ഈ സൈക്കോ നേച്ചറായിട്ട് ഒത്തുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്താ പറഞ്ഞേ? സൈക്കോയാ? ലൈക്ക് ദാറ്റ്. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. നീ പോവൂല? ഞാൻ കൊണ്ടുപോകും. നീ കൊണ്ടുപോവോ? പിന്നെ ഞാനെന്തിനാ വന്നത്? നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ കൊണ്ടുപോകുന്ന കാര്യത്തിൽ? സഞ്ജയ്, സഞ്ജയ്, സഞ്ജയ്. അല്ല, ഞാൻ എന്തിനാ വെറുതെ ജയിലിൽ പോണത്? നല്ല ബുദ്ധി തോന്നി തുടങ്ങി. പോലീസ് വരട്ടെ. അതെന്താ, നിനക്ക് ആംബിയർ അല്ലേ? നിന്നെപ്പോഴത്തെ രണ്ടെണ്ണത്തിന് അടിക്കാനുള്ള ആംബിയറൊക്കെ എനിക്കുണ്ടാ. ഇത്രയും ധൈര്യമായിട്ടാണോ ഈ വടിയും പിടിച്ചു വെക്കുന്നത്? വാടാ, ആംബിയർ ഉണ്ടോ നോക്കടാ. ഞാൻ ഗുസ്തിക്ക് വന്നതല്ല, ഇവിടെ കൊണ്ടുപോകാൻ വന്നത്. ആശയെ കൊണ്ടുപോകാൻ. ആശേ, ഇതൊരു ട്രാപ്പാണ്. ഇയാളുടെ സ്വഭാവം ഏത് നിമിഷവും മാറും. മാറുമ്പോഴല്ലേ? അതപ്പം നോക്കാം. അറ്റ്ലീസ്റ്റ് ജോയിക്ക് സ്വന്തം സ്വഭാവം മറച്ചു വെക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. തനിക്ക് അതുപോലും പറ്റുന്നില്ലല്ലോ. കറക്റ്റ്. ഞാൻ പിന്നെയും പറയണേണ്, പോലീസുകാർ പറഞ്ഞാൽ നിന്റെ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് പറയും. ഞാനും എന്റെ ഫാമിലി നാറിയാൻ നിന്റെ അമ്മയെ നാറും. അല്ലെങ്കിലും അമ്മയ്ക്ക് ഒരു നൈസ് പണി ആവശ്യം. പിന്നെ നാറ്റം, അത് ഭൂമി കറങ്ങുമ്പോ തനിയെ മാറിക്കോളും.
അല്ലെങ്കിലും അത് വിചാരിച്ചുകൊണ്ടിരുന്ന ലോകത്ത് ഏത് പ്രേമ രക്ഷപ്പെടും അല്ല ജോ? അങ്ങനെയാണെങ്കിൽ പോലീസ് അറിയട്ടെ, അപ്പൊ നിന്റെ ഇമേജൊക്കെ തകർന്നോളും. പോലീസ് അറിഞ്ഞ നാട്ടുകാരറിയും, നിന്റെ കൂട്ടുകാരും അറിയും. സെയിം കാര്യങ്ങളല്ലേ സംഭവിക്കുന്നത്? അതല്ലേ ഞാൻ നിന്റെ അടുത്ത് പിന്നെയും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്. എന്നാ അത് തന്നെയാ നല്ലത്. വിളിക്ക്, പോലീസിനെ വിളിക്ക്, ഞാൻ പറഞ്ഞോളാം. പക്ഷേ അവര് വന്ന് ആദ്യം ഒഴിവാക്കി തരുന്നത് തന്നെ കൊണ്ടുള്ള ശല്യമായിരിക്കും. ഞാൻ പറയുന്ന ആളാ എന്റെ കാമുകൻ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആളാ ഈ വീട്ടിലെ ഇൻട്രൂഡർ. മനസ്സിലായോ? പൊന്നു മോനെ സഞ്ജയ്, ഒരു പോലീസും എന്നെ പിടിച്ചകത്തിടില്ല. സൗത്ത് ആഫ്രിക്കൻ പാസ്പോർട്ട് എന്റെ കയ്യില്, അവിടുത്തെ പൗരനാ ഞാൻ. ആശ വിളിച്ചു, ഞാൻ വന്നു, എന്റെ കൂടെ പോരുന്നു, ഞാൻ കൊണ്ടുപോകുന്നു. ഇതിലെവിടെ നിയമലംഘനം? ആശേ, നിനക്ക് പ്രാന്താണ്. ഇയാള് നിന്നെ ഒരിക്കലും ഇനി ഇന്ത്യ കാണിക്കില്ല. ഇത്രയും നാളും ഞാൻ ഇന്ത്യ കണ്ടതല്ലേ, ഇനി ഞാൻ ബാക്കിയുള്ള രാജ്യമൊക്കെ കാണട്ടെ അല്ലേ? കേട്ടല്ലോ, നീ വേറെ പെണ്ണെ നോക്ക്. എനിക്ക് ഈ പെണ്ണ് തന്നെ മതിയെങ്കിലോ? ആശേ, ഇങ്ങനത്തെ ഒരു ചാഞ്ചാട്ടം എല്ലാവർക്കും തോന്നുന്നതാണ്. ഐ അഷോ യു, കല്യാണത്തിന് ശേഷം ഞാൻ ഈ ടോപ്പിക് എടുത്ത് ഇടയില്ല. ഇയാളെ പറഞ്ഞോട്, അല്ലെങ്കിൽ നിന്റെ ജീവിതം പാഴാണ്. ഇയാളൊക്കെ ആരാന്നറ നീ കിടന്ന് കരയും. അതിപ്പോ നീ കെട്ടിക്കൊണ്ടു പോയാലും സംഭവിക്കുന്ന അങ്ങനെ തന്നെയല്ലേ? ഒരാഴ്ച മുഴുവൻ പുറക്കകത്തിരുന്ന് കരയും. അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്ന. ഒരു സെക്കൻഡിൽ നീ തെളിയിച്ചുകൊണ്ടിരിക്കുക. പെണ്ണിന്റെ ഓണർഷിപ്പ്, ഓവർ പൊസസീവ്നെസ്, ഒരു സ്വാതന്ത്ര്യം കിട്ടില്ല ഇവൾക്ക്. നിന്റെ ഓരോ വാക്കിലും തെളിഞ്ഞു വരേണ്ട നീ വലിയ ഫ്രോഡാണെന്നുള്ളത്. നിനക്കൊരു അഡ്രസ് ഉണ്ടോ? പറയുന്ന എല്ലാം കള്ളവും എന്ന് നീ പറയരുത്. ഇത് കണ്ടോ? വെള്ളക്കാണ്ടാ മൃഗം കുത്തിമറിച്ചതാ. മൃഗങ്ങൾ തൊഴിച്ചതിന്റെയും കൊമ്പുകൾ കൊണ്ട് എറിഞ്ഞതിന്റെയും പാടുകളായി ദേഹം മുഴുവൻ. കല്ലിൽ വീണും കാട്ടുവെളികളിൽ കൊരുത്തുമുണ്ടായതാണ് എന്റെ ജീവിതം, എന്റെ അഡ്രസ്. ഇനി നീ പറ നിന്റെ അഡ്രസ്. മെഷീനുകൾ തന്ന ഈ മസിലുകളല്ലാതെ. ഇടാ, സിംഹ എനിക്കെതിരെ ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട്. അറിയോ നിനക്ക്? ആദ്യത്തെ വെടിയേറ്റ് പിൻവാങ്ങിയതാ. പിറ്റേന്ന് പിന്നാലെ ചോര നോക്കി ചെന്നപ്പോ 10 മീറ്റർ മാത്രം അകലെ നിന്ന് എന്റെ നേരെ ഉയർന്നു ചാടി അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാ അടുത്ത വെടിയേറ്റ് അവൻ മറിയുന്നത്. കഴുത്തിലായിരുന്നു വെടി. ഒന്ന് പാടിയിരുന്നെങ്കിൽ ഇന്ന് ജോ ഇല്ല. അത്ര സത്യമുള്ള ഗെയിമാണ് എന്റേത്. ഞാൻ കള്ളം പറയും. ആശേ, ഒരു കപ്പ് കാപ്പി എടുക്ക. ഇവനും കൂടി എടുത്തു തരണം. എന്തായാലും ഒരു കപ്പ് കാപ്പി കൊടുത്തു വിടുന്നതാണല്ലോ എൻ്റെ ഒരു മര്യാദ. ചെല്ലേ, ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യണോ? വേണ്ട ജോ. താങ്ക് യു. എടാ, നിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ സ്നേഹിക്കാൻ അറിയില്ല. നീ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉള്ളിലെ കുരങ്ങിൽ നിന്ന് മനുഷ്യനായി തരംതിരിഞ്ഞിട്ടില്ല നീ ഇതുവരെ. എടാ, മനുഷ്യനുൾപ്പെടെ ഏത് ജന്തുക്കളുടെ ഫീമെയിലിനോട് ഇടപഴകുമ്പോഴും ഒരു മര്യാദ വേണം. കാരണം പെണ്ണുങ്ങൾക്കൊരു ഓർഡർ ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെത് മാതിരി കൃത്യമായ പീരീഡ് അനുസരിച്ച അവരുടെ ലൈഫും ചിന്തയുമല്ല. നമ്മളിവിടെ വംശവർദ്ധനവിനുള്ള അത്യാവശ്യക്കാർ മാത്ര. അതിൻ്റെ ഒരു തഞ്ച അവരോട് കാണിക്കണം. അതില്ലാത്തവർ നിന്നെ പോലെ ചുമ്മാ മസലും പെരുപ്പിച്ച് കാണിച്ച് ഒരു പരിപാടി നടക്കില്ല. താനേ കളിവിട്. ഇവിടെ ഇപ്പൊ നമ്മ 2 ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ തന്റെ ഉദ്ദേശം? അങ്ങനൊന്നുമില്ല. അപ്പൊ തോന്നുന്നു അതിന്റെ ഒരു രസം. ഇപ്പൊ തോന്നണ എന്താ? ചുമ്മാ ഒരു കൊലപാതകം നടത്തുക. ആരെ? സൗകര്യത്തിനാരെ? അങ്ങനെ. ഒന്നാമത്തെ കൊലപാതകമാണ് എന്റെ ബിസിനസ്. കശാപ്പ് നടത്തിയിട്ട് കുറച്ച് ദിവസമായി. മൃഗങ്ങളെ പോലെയല്ല, മനുഷ്യരെ കൊല്ല എളുപ്പാ. ഒന്ന് പ്ലാൻ ചെയ്യണം. കാരണം നിയമങ്ങളൊക്കെ കിടക്കല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണം എന്താണെന്നറിയോ? ഒരു ഗോൾഡൻ ചാൻസ് ഇങ്ങനെ വന്ന് ടെംപ്റ്റ് ചെയ്ത് നിൽക്കല്ലേ. നീ പോയ ശേഷം
ഞാൻ അവളെ കൊന്നിട്ട് പോവാന്ന് വെക്കുക. നിന്നെ പോലീസ് പിടിക്കൂ. കാരണം എന്താ? റെക്കോർഡിക്കലി ഞാനിവിടെ ഇല്ല. ഞാൻ വന്നതിനും പോയതിനും തെളിവില്ല. പുറത്ത് നിൽക്കുന്ന പോലീസുകാരുടെ ധാരണ പോലും ഈ വീടിനകത്ത് നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്നാണ്. അപ്പൊ പിന്നെ ഇവിടെ നടക്കുന്ന കൊലപാതകത്തിന് ഉത്തരവാദി നീ തന്നെയല്ലേ? അടിക്കണം. അടിക്കുകയാണെങ്കിൽ ഒറ്റ അടിക്ക് കൊല്ലണം. ഞാനും അങ്ങനെയാ. പക്ഷെ അതൊരിക്കലും നടക്കില്ല. ജീവൻ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുപോവില്ല. ഇതുപോലെ ഗില്ലറ്റും ചെയ്താലും കുറച്ചു നേരം ജീവൻ കിടന്ന് തിളയ്ക്കും. ജീവൻ അതൊരു വലിയ സംഭവമാണ്. ഒരാൾ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് കാണാൻ അതിലും വലിയ സംഭവമാണ്. അത് വീണ്ടും അനുഭവിക്കാൻ പോവാൻ ഞാൻ. നീ പോയാലുടൻ ഏതായുധം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ മാത്രമാ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഓക്കെയാണ്. ടെൻഷൻ വേണ്ട. ഓക്കെ ഓക്കെ. നീ ഇത് നശിപ്പിച്ചോ? ആശേ, ചുറ്റികരിപ്പുണ്ട്. 2 ആണി. ചെല്ല്, എടുത്തിട്ട് വാ. ആശേ, നീ എടുത്തു കൊടുക്കരുത്. കസേര തകർത്തവും പോരാ. ചെല്ലു മോളെ, എടുത്തിട്ട് വാ. എടി, ഇയാള് നീ വിചാരിക്കുന്ന ആളല്ല. ഇയാള് നിന്നെ കൊല്ലും. ഇവൻ എന്തീ പിച്ചുമ്പേയും പറയുന്നത്? മോള് ചെല്ല്. ആശേ, നീ വേഗം രക്ഷോട് പ്ലീസ്. പറഞ്ഞേക്ക്. ഒന്ന് പോടോ. വീട്ടിൽ കിടന്ന് പ്രാന്തം കാണിച്ചിട്ട് കഷ്ടം. ഞാൻ വന്നതിന്റെ തെളിവാ. ഇതൊക്കെ എടുത്ത് കളയാം. ഇനി കുഴപ്പമില്ല, എല്ലാം ഓക്കെ. ഇനി ഞാനിവിടെ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത് നീയാ. കാരണം ഞാനിവിടെ ഇല്ലല്ലോ. എന്താടാ? ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? അതാ നിന്റെ കുഴപ്പം. ഒരുപാട് കാട്ടുമൃഗങ്ങൾ കുത്തിമറിച്ചിട്ടുണ്ട് തന്നെ. മനുഷ്യന്റെ തൊഴിൽ ഇക്കിളി മാത്രം എനിക്ക്. അധികം ഇളകരുത് നീ. സ്വന്തം വികാരം നിയന്ത്രിക്കാൻ കഴിയാത്ത നിനക്ക് എങ്ങനെയാടാ ഞാൻ ഈ പെൺകുച്ചിനെ തന്നിട്ട് പോണത്? നീ എന്നെ ഒരുപാട് തല്ലി. ദാ ഇപ്പൊ ആ വേദന എന്റെ ദേഹത്ത് നിന്ന് മനസ്സിലേക്ക് കയറി തുടങ്ങി. അതൊരു മോശം ലക്ഷണ. നമ്മളിൽ സഹതാപം കുറയുന്നതിന്റെ സൂചനയാ. ആഫ്രിക്കയിലെ കാടുകളിൽ ഞങ്ങളിങ്ങനെ ഹണ്ടിങ്ങിന് പോകുമ്പോ നമ്മളിങ്ങനെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയൊരു വീട്ടിലിരിക്കും. അഴികളില്ലാത്ത ജനലിലൂടെ തോക്കും നീട്ടിയുള്ള കാത്തിരിപ്പ്. ദൂരെ ടാങ്കിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടാവും. അത് കുടിക്കാൻ ആന്റിലോപ്പ്, ഒരുതരം വലിയ മാൻ വരും. നമ്മളിങ്ങനെ ഉന്നം പിടിച്ചിരിക്കുമ്പോ അതാ തോക്കിന്റെ കുഴലിലൊരു സ്പർശം. നോക്കുമ്പോഴോ മറ്റൊരു ആന്റിലോപ്പാണ്. വീടിന്റെ സൈഡിലൂടെ നടന്ന് വന്ന് കുഴല് നിൽക്കുകയാണ്. അതിന് 2 വേർഷനുണ്ട്. ഒന്ന് വെടിമരുന്നിൽ ഉപ്പുരസം നക്കി നുണയുന്നതാണെന്ന്. 2 വെടിവെക്കാൻ പോകുന്നത് തന്റെ ഇണയെയാണ്, വെടിവെക്കരുതേ എന്നൊരു മിണ്ടാപ്രാണിയുടെ അപേക്ഷയാണെന്ന്. ഒരു സെക്കൻഡ് നമുക്ക് സങ്കടം വരും, അപ്പൊ തീരും.
അതോടെ വെടിവെക്കും. ടക്ക്. നിന്നോട് ഞാൻ ഇതുവരെ കാണിച്ചത് നാക്കും നീട്ടി വന്ന ആന്റിലോപ്പിനുള്ള സഹതാപം മാത്രം. ഇനി അതില്ല, അത് തീർന്നു. ഇനി നീ എനിക്കൊരു മൂവിങ് ടാർഗറ്റ് മാത്രമാണ്. ഇനി നിനക്കെതിരെ ഞാൻ ആഞ്ഞാൽ, അതിനുള്ള അവസരം നീ ഉണ്ടാക്കിയാൽ, അതോടെ നീ തീർന്നു. മനസ്സിലായടാ? ജോ ആ ചുറ്റി കിട്ടിയാ മോളെ? കൊടുക്കരുത്. വിടറാ. ഇയാള് ക്രിമിനലാ. ഇയാൾ നിന്നെ കൊല്ലും. ഇങ്ങടാ. ഇവന് പ്രാന്താണ് മോളെ. കാപ്പി എന്തായി? കാപ്പി ഇട്ടോണ്ടിരിക്കായിരുന്നു. എടുത്തിട്ട് വാ. ദാ. താങ്ക് യു. കറക്റ്റ് സൈക്കോ. ഭാഗ്യത്തിനാ മോളെ രക്ഷപ്പെട്ടത്. കാപ്പി എടുത്തിട്ട് വാ. ചെല്ല്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നീയുള്ളപ്പോ ഞാൻ അവളൊന്നും ചെയ്യില്ല. അത് നീ പേടിക്കണ്ട. കൂൾ കൂൾ. ഓരോ ജന്തുവിനും ഓരോ ആയുസ. ഒരു ആന്റിലോപ്പോ ചീറ്റുകയായിരുന്നെങ്കിൽ ഇപ്പൊ ചത്തു കഴിഞ്ഞാനെ. ജിറാഫിനും മനുഷ്യനും കുറച്ചുകൂടി സമയമെടുക്കും. സഞ്ജയ് 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 എന്താ പറ്റി? ജോ കുടിക്കുക. കുടിക്കടാ. ജിറാഫിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പാടാ. ആ മർമ്മറിയണം. വെടികൊണ്ടാ പിന്നെ ഇങ്ങനെയുള്ള സാധു ജന്തുക്കളുടെ ജീവൻ എളുപ്പം പോകാൻ വേണ്ടിയാ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ 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 കൂൾ 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 ഓക്കെ ഓക്കെ. നീ എന്നെ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ടാ. സോറി സോറി. എഴുന്നേക്കടാ എഴുന്നേക്കടാ. നിനക്കിപ്പോ ഒരു മൃഗത്തിന്റെ മണം. നീ മൂത്രമൊഴിച്ചല്ലേ? ഒരുപാടൊന്നുമില്ല, ഒരു 3-4 തുള്ളി. മൂത്രമൊഴിക്കുന്നത് ഒരു ജന്തുവിന്റെ നിവൃത്തികേട് കൊണ്ടാ. അതതിന്റെ അവസാനത്തെ പ്രതിരോധം കൂടിയാ.
നീ ഇവൾക്ക് വേണ്ടി കിണഞ്ഞു പോരാടുന്നതിന്റെ ലക്ഷണ നല്ലതാ, എനിക്കിതിനെ മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യാൻ കുഞ്ഞെ, ഞാനൊരു വേട്ടമൃഗമായി മാറിക്കഴിഞ്ഞല്ലോ. ആശേ, നിന്റെ ഈ സ്മെല്ല് പ്രശ്ന. കാട്ടിൽ എൻ്റെ കൂടെ വരുമ്പോ എനിക്കൊരു ഡിമാൻഡേ ഉള്ളൂ, ഇതുപോലെയുള്ള പെർഫ്യൂം പാടില്ല. കാരണം വേട്ടയ്ക്കിടയിൽ എൻ്റെ സ്മെല്ലിംഗ് സെൻസ് തെറ്റും. മണത്ത് വേട്ടയാടുന്ന തരം ഹണ്ടറാ ഞാൻ. ഇന്ന് താടാ. പണിയെടുക്കാനും സമ്മതിക്കില്ല. ഇവൻ ചുമ്മാ എന്റെ സ്വഭാവം മാറ്റിയതാ. നമ്മുടെ ഉള്ളിലെ കാടനെ നമ്മൾ തന്നെ ഇണക്കി ഒതുക്കി മൂലക്കി വെച്ചിരുന്നതാ. അപ്പോഴാ അവന്റെ ഒരു ഇവിടെ വരുള്ളൂ സാർ. ഈ ലോക്ക്ഡൌൺ ആണെന്ന് അറിയാൻ പാടില്ല. അവിടെ കറങ്ങാൻ ഒന്നുകൂടെ ആ വീട് വരെ പോകേണ്ടി വരുമല്ലോ. എന്തിന്? അതിനും ഞാൻ വേണമല്ലേ? ഓക്കെ, ഇപ്പൊ ശരി. ഇനി നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാം. ആർക്കെ കാർഡ്സ് കളിക്കാൻ അറിയുന്നത്? ഷോക്കേസിലെ കാർഡ്സ് ഞാൻ കണ്ടു. മോളെ ആശേ, ആ കാർഡ്സ് ഇങ്ങടുത്ത്. കാർഡ്സ് എടുത്തോണ്ട് പോവാ മോളെ, എടുത്തോണ്ട് പോയി. ശരി. അത്യാവശ്യം ഉണ്ടായിരുന്നു. അകത്ത് ബാത്റൂം ഉണ്ടോ? നമ്മൾ ജയസാറിനൊന്ന് മറ്റേ ഉണ്ടല്ലേ? ആ സാറേ, ഇവിടെ സംഭവം ഓക്കെയാ? അല്ല, അത് അയ്യോ, സാറിനോട് അവിടെയും പറഞ്ഞ് എല്ലാവരോടും പറയണ്ട. സാറ് രക്ഷപ്പെട്ടു. അകത്ത് സംഭവം ഉണ്ട്. സാറ് നോക്കൂ. അതിനിങ്ങനെ വിളിച്ചു കൊണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ പറയണ്ട സാറേ. അതിൽ കാണായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. സാറ് തകർക്കൂത്. അവിടെ ഈ റൂമില് ശശാങ്ക, അവിടെ നോക്ക. അവിടെ എന്തായി കാണോ സാറിന്റെ അവസ്ഥ? നിന്ന് ഇപ്പൊ നനങ്ങിയിട്ടില്ലല്ലോ. ഏതാ വലിച്ച സാധനം? ഏതായാലും കൂടിയനാ. താങ്ക് യു. വാതിലെ
നിനക്കെന്താ പോലീസിനോട് പറയാനുള്ളത്? എന്തേലും പറയണ്ട? ഇനി നമുക്ക് ചീട്ട് കളിക്കാം. ഇരിക്കടാ, ഇരിക്കടാ ഇവിടെ. ആശേ, ഇത്തിരി വെള്ളമെടുക്ക. ചെല്ല്, വെള്ളമെടുക്ക. കശ 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 ചീട്ട് കശക്കി കാവടി പോലെ കയ്യിൽ വിടർത്തി. കുറച്ചുകൂടി എടുത്തിട്ടോ. ഇവനോട് അലറിയിട്ടേ എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. ചെല്ല്, വേഗം എടുത്തിട്ടോ. കൊലൊരു തൊഴിലായി ശീലിച്ചവൻ ജീവിതത്തിൽ കഴിവതും കൊല്ലാതിരിക്കാൻ ശ്രമിക്കൂ. അല്ലെങ്കിലും അവൾ ആർക്കടെ കൊല്ലാൻ പറ്റുക? അവള് ഭയങ്കര സ്വീറ്റ് അല്ലേ? ഇത്തിരി പക്വത കുറവുണ്ട്, സാരല്ല, അതെന്റെ കൂടെ കാട് കയറുമ്പോ പൊക്കോളും. ഈ ഇട്ടാവട്ട് തീർന്നതിന്റെ ഞാൻ പഠിപ്പിച്ചെടുത്തോളാം. ആ ശരിക്ക് ഇരിമോളെ. നിന്റെ കാർഡ് പിടി. എനിക്ക് ചീട്ട് കളിക്കാൻ അറിയില്ല. പിന്നെ ഇവന്റെ കൂടെ കളിക്കാനാ? ഇവന്റെ കൂടെ ശരിയാവില്ല, ഇവൻ ഫുൾ കള്ളക്കളിയാ. സഞ്ജയ്, മൂക്കില് ചോര. ഹേയ്, അതൊരു നൂൽ ഞരമ്പ് പൊട്ടിയതിന്റെ സാരല്ല. എനിക്ക് പേടിയാണ്. നിങ്ങൾ ആരാ? അറിയണോ ഞാൻ ആരാണെന്ന്? ലൈസൻസ് ഉണ്ട് എനിക്ക്, മനുഷ്യരൊഴികെ എന്തിനേയും കൊല്ലാൻ. അന്ന് സൗത്ത് ആഫ്രിക്കയിൽ. മനുഷ്യരെ കൊല്ലാൻ നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇതുപോലുള്ള സന്ദർഭം പോരെ. ഇടുക്കിയിൽ ജനിച്ച നായാടി നടന്ന കാലത്താ ഒരു സൗത്ത് ആഫ്രിക്കക്കാരനെ പരിചയപ്പെടുന്നത്. നിനക്ക് പറ്റിയ ഫീൽഡ് കണ്ടുപിടിച്ചു തരാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. ഇപ്പൊ 10-20 കൊല്ലായി. ഞാൻ പറഞ്ഞല്ലോ, കൊലപാതകമാണ് എന്റെ. നിങ്ങൾ ടൂർ കമ്പനിയിലാന്നല്ലോ പറഞ്ഞത്? അതേലോ, എന്റെ കമ്പനിക്ക് ഗെയിം ഹണ്ടിങ് ലൈസൻസ് ഉണ്ട്. കാശുണ്ടേൽ സൗത്ത് ആഫ്രിക്കയിൽ മനുഷ്യരൊഴുകി എന്തിനേയും വേട്ടയാടാം. 50 ലക്ഷം സിംഹത്തിന്, വെള്ളക്കാണ്ടാമൃഗത്തിന് 1 കോടി. ഇത്രയും പണമുള്ളവനൊക്കെ വെടിവെച്ച കൊള്ളൂ. കൂടെ പോകുന്ന ഞാനായിരിക്കും വെടിവെക്കുന്നത്. ചോര നോക്കി പിന്തുടരണം. ചത്ത ജീവികളുടെ ചോര തുടച്ചെടുക്കണം. അതിനെ ചന്തത്തി കിടത്തണം. പണക്കാരുടെ കൂടെ നിർത്തി പടമെടുക്കണം. ശേഷം അതിന്റെ തൊലി മാറ്റണം. തിന്നാവുന്നതിന്റെ മാംസമെടുക്കണം. പണക്കാരന് വീട്ടിൽ വെക്കാൻ തലയോട്ടിയെടുക്കാൻ ജഡമധികം താഴാതെ കുഴിച്ചിടണം. ജഡം ജന്തുക്കൾ മാന്താതെ നോക്കണം. എല്ലാ പണിയും ചെയ്യിച്ചോ. ചില ജീവികളുടെ ജീവൻ പോകാൻ നമ്മൾ സഹായിച്ചു കൊടുക്കണം. ആ പണക്കാരുടെ കണ്ണിലെ കരുണ കാണില്ല. അപ്പോഴാ ജന്തുക്കൾ കണ്ണുകൊണ്ട് നമ്മളോട് പറയും, എന്നെ അങ്ങ് എളുപ്പം പറഞ്ഞു വിടണേന്ന്. അപ്പോ ഞാനിവനെ പിടിച്ചില്ലേ, അതുപോലെ അങ്ങ് പിടിച്ച് കഴുത്തറുത്ത് വിടും. ഞാൻ വൈൽഡാണെന്നല്ലേ നിന്റെ പരാതി? നേരാ, ഞാൻ വൈൽഡറാ. പക്ഷെ കുഴപ്പമില്ല മോളെ,
ശീലാകുമ്പോ പിന്നെ പൂവെറുക്കുന്ന പോലെയാ പ്രാണനെടുക്കുന്ന പണി. നീയും അതൊക്കെ പഠിക്കേണ്ടി വരും. ഇനി കാട്ടിലാ മോള് നമ്മുടെ ജീവിതം. റൈഫിൾ സ്കോപ്പിലൂടെ നോക്കി ഷൂട്ട് ചെയ്യാൻ പഠിക്കണം. 1 മാസം കൊണ്ട് നീ അത് പഠിക്കും. നിന്നെ ഞാൻ എക്സ്പേർട്ട് ആക്കും. എനിക്ക് പഠിക്കണ്ട. അയ്യോ, അത് പറ്റില്ല. അതാണിനി നിന്റെ ജീവിതം. ആദ്യമായൊരു മൃഗത്തെ കൊല്ലുമ്പോ അതിന്റെ ചോര രുചിക്കണം. ശേഷം ചോരയെടുത്ത് 2 കവിളിലും ദാ ഇതുപോലെ 2 വിരലുകൾ കൊണ്ട് വരയ്ക്കണം. കഷ്ടമാണോ? എനിക്ക് പറ്റില്ല. ഇരിക്കണവിടെ. മോളെ നമ്മൾ വേട്ടയാടി വരുമ്പോ അടുത്ത പുഴയില്ലെങ്കിൽ മെനക്കേടാണ്. നമ്മുടെ ദേഹത്ത് തെറിച്ച മൃഗങ്ങളുടെ ചോരക്കട്ടകൾ വെയിലിലൊരുകും. നമ്മുടെ ദേഹം ബ്ലീഡ് ചെയ്യുന്നത് പോലെ തോന്നും. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സഹായമാവും. പരസ്പരം ചോരയൊക്കെ തുടച്ചു കൊടുത്ത് കാട്ടുജന്തുക്കളുടെ പോലെ എന്തൊരു ലൈഫായിരിക്കും. ഗെയിം ഹണ്ടിങ്ങിൽ നിന്നെ ഞാൻ രാജ്ഞിയാക്കും. കേട്ടിട്ടില്ലേ, ഓരോ തവണയും കാട് മാറിക്കൊണ്ടിരിക്കും പെണ്ണിന്റെ മനസ്സുപോലെ. ഫോൺ എടുക്ക. ഹലോ. ശരി. ആംബുലൻസ് ആറ്റികളിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മിനിറ്റായി. ഇറങ്ങാൻ പറയണ. സഞ്ജയ് പോണ്ട. പോലെ പ്ലീസ്. താൻ ചീട്ടിട്. എത്ര നേരം വേണമെങ്കിലും ഞാൻ കളിച്ചോളാം. അപ്പൊ നീ പോകുന്നില്ലേ? ഇല്ല. അതെങ്ങനെ ശരിയാവും? പോണില്ല, അത്ര തന്നെ. നീ പോവും. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. ജോ പ്ലീസ്, ഞങ്ങൾ ജീവിച്ചോട്ടെ. നിങ്ങൾ ജീവിക്കാനിരുന്നതല്ലേ? ആരെങ്കിലും തടഞ്ഞോ? അത് എനിക്ക് പറ്റിയൊരു അപ്പൊ ഞാനെന്ത് വേണം അത് പറ. എന്റെ അമ്മയും ഇങ്ങനെ ഒരൊറ്റ പുരുഷന്റെ ചവിട്ടടിയിൽ കിടന്ന് നരകിച്ച് തീരുകയായിരുന്നു. അത്രയ്ക്ക് ക്രൂരനായിരുന്നു എന്റെ അപ്പൻ. ഒരു പെണ്ണ് വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പോ അതായിരുന്നു എന്റെ വേവലാതി. ഇനിയിപ്പോ വേണ്ടെങ്കിൽ വേണ്ട. സോറി ജോ. സോറി. ഡാ, ഞാനിപ്പോ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെയാ ഞാൻ.
പുതിയ കാലത്തിലേക്ക് നോക്കി ജീവിക്കണം ചെറുപ്പക്കാർ, മനസ്സിലായോ? അതല്ലാതെ ഈ കൊച്ചിനെങ്ങാനിട്ട് വിഷമിപ്പിച്ച ഇവിടെ ഷോർട്സ് ഇട്ട് നിനക്ക് എന്താണ് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. കേട്ടല്ലോ, അവനൊരു കുഴപ്പമില്ല. എന്തായാലും നിർത്തുന്ന വണ്ടിയിൽ ആരും കയറാതിരിക്കണ്ട. ചേർത്ത് പിടിക്കടാ അവളെ. ഇവിടെ രണ്ടുപേരുള്ളെന്ന് പറഞ്ഞിട്ട് ഇവനെയാ സാറേ. ആരാ? സഞ്ജയ്, ഫോൺ വന്നില്ലേ? ആ ഹലോ. അമ്മ. സഞ്ജയ് പോയില്ലേ? ഇല്ല, വണ്ടി കിട്ടിയില്ല. സഞ്ജയ് പോയപ്പോഴേക്കും വണ്ടി വിട്ടു. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നറിയോ? അറിയോന്ന്? ആ, ഇനി അമ്മ പെട്ടെന്നൊന്നും ബുദ്ധിമുട്ടാൻ പോണ്ട, സാറില്ല. അവനടുത്തുണ്ടോ? ഹലോ, നമസ്കാരം അമ്മ. ഞങ്ങളിവിടെ സേഫാ. ആ, ഓക്കെ. ഹലോ. ഹലോ സഞ്ജയ്. ഹലോ രവക്കുട്ടി, ഞാനേ ഇത്തിരി തിരക്കില്ല, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിച്ചേക്കാം. ഹലോ. ഓക്കെ.